ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ധന്യരാണ്. ഈ രാത്രിയിൽ ദൈവാത്മാവ് നമുക്ക് നൽകിയ ഈ വിലപ്പെട്ട കൂടിവരവിനായി കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വമർപ്പിക്കാം. ലോകമെമ്പാടും വിവിധ മാധ്യമങ്ങളിലൂടെ ഈ ആത്മീയ സമ്മേളനത്തിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന വാത്സല്യ ശ്രോതാക്കൾക്കും, വിശിഷ്യ ഇന്ന് രാത്രി പ്രാർത്ഥനാപൂർവം ദൈവവചനത്തിൻ്റെ മുൻപിൽ ഉപവാസത്തോടും ജാഗരണത്തോടും കൂടെ ആയിരിക്കുന്ന വിശ്വാസ സമൂഹത്തിനും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായി നൽകുന്നു. എനിക്കേറെ പ്രിയങ്കരനായ കർത്തൃദാസൻ ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് ഇവിടെ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരുന്നു. കർത്താവിൽ പ്രസിദ്ധനും ഞാൻ ഏറെ മനസ്സുകൊണ്ട് ആദരിക്കുന്ന ആഴമായ ആത്മബന്ധവും ഇഴയെടുപ്പവുമുള്ള ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ ടിനോ ജോർജ്, ആ ദൈവഭൃത്യൻ്റെ ശുശ്രൂഷകളുടെ പ്രവർത്തനങ്ങളെ ഞാൻ കർത്തൃസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. പ്രാർത്ഥനാപൂർവം ഇന്ന് രാത്രി നമുക്ക് ദൈവശബ്ദത്തിനായി കാതോർക്കാം. എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ കർത്തൃസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ചാട്ട് എല്ലാവരുടെയും നാവിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഒരു കാര്യം ഓർപ്പിക്കുന്നു. റെഗുലർ പ്രാക്ടീസ് ഉണ്ട്, സ്പെഷ്യൽ പ്രാക്ടീസ് ഉണ്ട്. നമുക്കറിയാം, റെഗുലർ പ്രാക്ടീസിന് മനസാന്നിധ്യം ആവശ്യമില്ല, എന്നാൽ സ്പെഷ്യൽ പ്രാക്ടീസിന് മനസാന്നിധ്യം ആവശ്യമുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സ് ഏറ്റെടുക്കുക സ്വാഭാവികമാണ്. നാം ആദ്യമായി ഡ്രൈവ് ചെയ്യുവാൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന് സ്റ്റിയറിംഗ് തിരിച്ച സമയം നമ്മുടെ മനസ്സ് മുഴുവൻ അതിൽ ബദ്ധശ്രദ്ധമായിരുന്നു. നമ്മുടെ കണ്ണുകൾ അതിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നു. നമ്മുടെ കാലും നമ്മുടെ കൈയുമൊക്കെ ചലിച്ചത് തികച്ചും ബോധപൂർവമായിരുന്നു. ആ സമയം ഏത് ഗിയർ ചേഞ്ച് ചെയ്യണമെന്നും, ഇറക്കമിറങ്ങുമ്പോൾ എങ്ങനെ ഇറങ്ങണമെന്നും, കയറ്റം കയറുമ്പോൾ ഏത് ഗിയറിലായിരിക്കണമെന്നും ഉള്ള ബോധ്യം നമുക്കുണ്ടായിരുന്നു. എന്നാൽ കാലം കുറേ മുൻപോട്ട് പോയി, ആവർത്തിച്ച് ഡ്രൈവിംഗ് തുടങ്ങി. അതോടുകൂടെ ഇപ്പോൾ വാഹനത്തിൻ്റെ സീറ്റിലോട്ട് കയറിയിരുന്നാൽ ഗിയർ ചേഞ്ച് ചെയ്യുവാൻ മനസാന്നിധ്യം ആവശ്യമില്ല. ആവർത്തിച്ച് ചെയ്തത് ഉപബോധ മനസ്സ് ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് ബോധപൂർവമല്ലാതെ തന്നെ കൈയും കാലും കൃത്യമായി ചലിച്ചിരിക്കും. അത് ആവർത്തനം കൊണ്ട് സംഭവിക്കുന്ന ഒരു റെഗുലർ സംവിധാനമാണ്. ഇത് ആത്മീയ ജീവിതത്തിൽ സംഭവിക്കാം. പ്രാരംഭമായി പ്രതിസന്ധികളുടെ ഒറ്റത്തടിപ്പാലത്തിൽ കയറി നിൽക്കുന്ന സാഹചര്യം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കിയപ്പോൾ കണ്ണും കാതും മനസ്സും എല്ലാം അതിൽ കേന്ദ്രീകരിക്കപ്പെടുകയും ഇടനെഞ്ചു പൊട്ടുന്ന ആത്മാർത്ഥതയോടെ, ഹൃദയം വിങ്ങുന്ന ആഗ്രഹത്തോടെ കർത്തൃസന്നിധിയിൽ മനസ്സ് തുറന്ന സമയമുണ്ട്. കാലത്തിൻ്റെ യാത്രയിൽ ഈ ആത്മീയ ശുശ്രൂഷകളിൽ പലതും നമ്മുടെ ഉപബോധ മനസ്സേറ്റെടുത്തു, നമുക്കിപ്പോൾ പരിചയമായി. അതുകൊണ്ട് തന്നെ പാട്ടുപാടുമ്പോഴും താളത്തിനനുസരിച്ച് കൈയടിക്കുമ്പോഴും മനസ്സെന്ന പൂമ്പാറ്റ യോഗ പശ്ചാത്തലത്തിൽ നിന്നും ലോകത്തിൻ്റെ മധു നുകരാൻ പുറത്ത് കറങ്ങിത്തിരിയും. ഒപ്പം നമ്മുടെ ശരീരവും നമ്മുടെ കരചലനങ്ങളും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ പാട്ടിനകത്ത് പോലും പച്ചക്കള്ളം അറിയാതെ പാടും, ഇല്ലേ? പാട്ടുപാടുമ്പോൾ എന്ത് പാടും? സ്തോത്രം, നിത്യതയുടെ ദർശനത്തിൻ്റെ പാട്ട് പാടും. വേണ്ട വേണ്ട ലോക ഇമ്പം ആയുഷ്കാലമൊക്കവേ നിന്റെ വരവൊന്നു മാത്രം എൻ്റെ ആശയെ. യാഥാർത്ഥ്യത്തിൽ പച്ചക്കള്ളമല്ലേ? പ്രായോഗിക ജീവിതവുമായി പുലബന്ധമില്ലാതെ ആരോ എഴുതി വെച്ച പാട്ട് താളത്തിന് പാടുമ്പോൾ അത് ഒരു റെഗുലർ പാട്ടാണ്. മനസ്സിന് യാതൊരു ബന്ധവും അതിനകത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഈ വചനത്തിൻ്റെ മുൻപിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ മനസ്സിന് ബന്ധമില്ലാത്ത ഒരു റെഗുലർ താളത്തിൻ്റെ ചലനമാകരുത്. ഈ രാത്രി ഇടനെഞ്ചു പൊട്ടുന്ന ആത്മാർത്ഥതയോടെ കവിണ് വീഴാൻ തയ്യാറുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി യോഗത്തിൽ നമ്മെ പണിതെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പരിചയത്തിൻ്റെ പാട്ടല്ല, ഒരു പരിചയത്തിൻ്റെ പ്രാർത്ഥനയല്ല, ഒരു വിശുദ്ധൻ്റെ പ്രാർത്ഥനയ്ക്കായി ജീവിതത്തെ ഒരുക്കുന്ന വചന സന്ദേശത്തിന് മുൻപിൽ ഒരു സ്പെഷ്യൽ അനോയിന്റിങ്ങിന് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു വീട്ടമ്മ മീൻകറി വെക്കാൻ
അതിൻ്റെ സാധനങ്ങൾ എടുക്കുന്നു. അവൾക്കറിയാം ഇഞ്ചി, മുളക് പൊടി, കരിവേപ്പില, കടുക് എത്രയൊക്കെ ചേർക്കണമെന്ന്. ആ സമയത്ത് കൈ കൃത്യമായി അങ്ങനെ ചലിച്ചിരിക്കും. അത് റെഗുലറാണ്, മനസാന്നിധ്യം വേണമെന്നില്ല. എന്നാൽ നാളെ ഒരുപറ്റം വിശിഷ്ട അതിഥികൾ വീട്ടിലേക്ക് വരുന്നു. അവിടെ ചെയ്യുന്ന സേവനം റെഗുലറായിരിക്കില്ല, അതിനൊരു പ്രത്യേക മനസാന്നിധ്യം ഉണ്ടായിരിക്കും. ആവർത്തിച്ച് ചെയ്യുന്നത് എന്തും ഉപബോധ മനസ്സേറ്റെടുക്കുന്നത് കൊണ്ട് അതിനകത്ത് മനസാന്നിധ്യമില്ലാതെ തുടരുമ്പോൾ A to Z ജീവിതത്തിൻ്റെ ഭാഗമാണത്. എന്നാൽ ഇന്ന് രാത്രി പ്രതിസന്ധിക്ക് മുൻപിൽ എത്തി നിൽക്കുന്ന എൻ്റെ കൂടെപ്പിറപ്പേ, ഇന്നലത്തെ ആവർത്തനത്തിൻ്റെ ഭാഗമാണ് ഇന്ന് രാത്രിലത്തെ ഈ വചന കേൾവിയെങ്കിൽ 9:30 പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒന്നും പ്രാപിക്കാതെ മടങ്ങാം. എന്നാൽ ഈ രാത്രി യോഗം പിരിയും മുൻപ് എൻ്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ നിന്റെ കരം ചലിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ചുവരോട് ചേർന്ന് കിടന്ന് കരഞ്ഞ ഹിസ്കിയാവിൻ്റെ കണ്ണുനീര് പോലെ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് സജ്ജമാകുമെങ്കിൽ ഒരു സ്പെഷ്യൽ ദൈവിക സ്പർശനം ആ വിഷയത്തിന്മേൽ സംഭവിക്കുന്ന രാത്രിയായിരിക്കും. എത്ര പേർ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും? എനിക്കൊരു റെഗുലർ പ്രാർത്ഥന പോരാ, എൻ്റെ ഉപബോധ മനസ്സേറ്റെടുത്തിരിക്കുന്നതിനനുസരിച്ച്, പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് മനസാന്നിധ്യമില്ലാതെ തുടരുന്ന ഒരു നാടകാഭിനയത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് മുൻപിലല്ല. ഇന്ന് രാത്രി ഇതുവരെ അനുഭവിക്കാത്ത ദൈവ സാന്നിധ്യത്തിനായി മനസ്സ് തകർന്നുള്ള ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയ്ക്കായി എൻ്റെ ജീവിതത്തെ ഒരുക്കുന്നെന്ന് പറയാൻ ആരിന്ന് രാത്രി തയ്യാറാകും? നിങ്ങളുടെ വിഷയത്തെ തൊടാൻ യേശുവിൻ്റെ കരം ചലിച്ചിറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം പ്രാർത്ഥനയും ഒരു ഭക്തൻ്റെ മനോഭാവവും. ഒരിക്കൽ കൂടെ ഞാൻ ആ തലക്കെട്ട് ആവർത്തിക്കുന്നു. ഇന്ന് രാത്രി ഒരു ധൃതി പ്രസംഗം എന്നതിനേക്കാൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ സംസാരിക്കുന്ന ആലോചന ഇറങ്ങിച്ചെല്ലണം. പ്രാർത്ഥനയും ഒരു ഭക്തൻ്റെ മനോഭാവവും. നിങ്ങൾ വാ തുറന്നെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. പ്രാർത്ഥനയും, ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. പ്രാർത്ഥനയും ഒരു ഭക്തൻ്റെ മനോഭാവവും. മനോഭാവം, ആറ്റിറ്റ്യൂഡ്, അതാണ് എല്ലാം. ഒരു വ്യക്തിയുടെ ജീവിത വിജയം നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം അറിവല്ല. ഏറ്റവും ലേറ്റസ്റ്റായ പഠനങ്ങൾ മനഃശാസ്ത്രപരമായി പുറത്തു കൊണ്ടുവന്ന ചില വിശകലനങ്ങളിൽ നിന്നും ഒരു മനുഷ്യൻ്റെ IQവിന് ജീവിത വിജയത്തിൽ 15% സാധ്യതയുള്ളൂ. എന്നാൽ 85% ജീവിത വിജയത്തിൻ്റെ അടിത്തറ പാകിയിരിക്കുന്നത് ആ വ്യക്തിയുടെ മനോഭാവത്തിലാണ്. മനോഭാവം, അതിനെ ഉടച്ചു വാർക്കാൻ ദൈവകരത്തിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. വാഗ്ദത്ത നാടിൻ്റെ വക്കിലൂടെ ഒഴുകുന്ന യോർദാൻ നദിയുടെ ഇങ്ങേക്കരയിൽ എത്തിച്ചേരുന്നതിന് തൊട്ടു മുൻപ് വാഗ്ദത്ത ദേശം ഒറ്റുനോക്കാൻ പോയവരിൽ 10 പേരുടെ മനോഭാവവും, എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച 2 പേരുടെ മനോഭാവവും വ്യത്യസ്തമായിരുന്നതുപോലെ ഇന്ന് രാത്രിയിൽ ഭൂരിപക്ഷത്തിൻ്റെ മനോഭാവം എതിരെ നിന്നാലും വാഗ്ദത്തത്തെ മുറുകി പിടിക്കുന്ന ഒരുവന്റെ മനോഭാവത്തെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചാൽ ഇതുവരെ സംഭവിക്കാത്തത് ജീവിതത്തിൽ സംഭവിക്കും. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് പ്രാർത്ഥനയിൽ പുലർത്തുന്നവൻ എങ്ങനെയായിരിക്കും? അവൻ തെർമോമീറ്റർ പോലെ ആയിരിക്കും. എന്നാൽ ദൈവമുഖത്തേക്ക് നോക്കിയൊരു ഭക്തന്റെ മനോഭാവം പുലർത്തുന്നവൻ തെർമോസ്റ്റാറ്റ് പോലെ ആയിരിക്കും. തെർമോസ്റ്റാറ്റ് വേറെ, തെർമോമീറ്റർ വേറെ. നമുക്കറിയാം, തെർമോമീറ്റർ പനിയുടെ ചൂടറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ഉപകരണം. അത് വെക്കുന്നതിൻ്റെ ചുറ്റുപാടുകളിലെ ഊഷ്മാവാണ് അതിൻ്റെ ഊഷ്മാവ്. എന്നാൽ തെർമോസ്റ്റാറ്റ് അങ്ങനെയല്ല. കാറിൻ്റെ ഇഞ്ചിൻ്റെ മുൻപിലൊക്കെ ഫാൻ വർക്ക് ചെയ്യാൻ തെർമോസ്റ്റാറ്റ് സ്വിച്ച് ഉണ്ട്. എന്താ കാര്യം? ഒരു നിശ്ചിത അളവിൽ കൂടുതൽ ചൂട് വർദ്ധിച്ചാൽ തന്നെ അത് ഓപ്പറേറ്റ് ചെയ്ത് പഴയ അളവിലേക്ക് അതിൻ്റെ താപം നിയന്ത്രിച്ച് നിർത്തത്തക്ക വിധം അതിനകത്തൊരു സംവിധാനം വ്യാപരിക്കുന്നുണ്ട്. എന്തൊക്കെ പ്രതികൂലങ്ങൾ ഇരമ്പി ഉയർന്നാലും വാഗ്ദത്തത്തെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു ഭക്തന്റെ മനസ്സിൽ പ്രതിസന്ധികൾക്ക് നടുവിൽ വിളിച്ചു പറയാൻ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നെങ്കിൽ നീ ഒരിക്കലും തെർമോമീറ്റർ ആയിരിക്കയില്ല, നീ ഒരു തെർമോസ്റ്റാറ്റ് തന്നെ ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഒരു പ്രാർത്ഥനാ മനുഷ്യൻ്റെ മനോഭാവം, വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്.
നമുക്ക് പ്രാർത്ഥനാപൂർവ്വം തുറക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യവും 9-ാം വാക്യവും പ്രാർത്ഥനാപൂർവ്വം വേദപുസ്തകം തുറക്കുക. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കട്ടെ. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം അതിൻ്റെ 9-ാം വാക്യം വായിച്ചാട്ടെ. ഉച്ചഭാഷണി കുറെ കൂടെ ഒന്ന് ശബ്ദം ഉയർത്തിയാൽ നന്നായിരിക്കും. ശ്രദ്ധിച്ചു കേട്ടാട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. 6-9 കൂടെ വായിച്ചാട്ടെ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ഒരു മിനിറ്റ് ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാ നാവുകളിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇന്ന് രാത്രി എൻ്റെ വ്യക്തി ജീവിതത്തെ പരിശുദ്ധാത്മാവ് ഉടച്ചു വാർക്കണമേ എന്ന് ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉച്ചഭാഷണിയുടെ പ്രേരണ കൊണ്ടല്ല, ആത്മാർത്ഥമായി ഹൃദയത്തിൽ തൊട്ട് ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. കർത്താവേ, ഇന്ന് രാത്രി യോഗം ആശീർവാദം പറയും മുൻപ് എൻ്റെ പ്രാർത്ഥനയുടെ മനോഭാവത്തെ ഒന്ന് ഉടച്ചു വാർക്കണമേ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സാധുക്കളും ഏഴകളും മൺകീടങ്ങളും ബലഹീനരും ഏതുമില്ലാത്തവരുമായി കിടന്ന ഞങ്ങളെ തിരുമേനിയുടെ സ്നേഹത്താൽ വിടുവിച്ചടുപ്പിച്ച് അവിടുത്തെ പുത്രന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് അപ്പാ എന്ന് വിളിപ്പാൻ പുത്രത്വത്തിൻ്റെ അധികാരവും പദവിയും നൽകി അലങ്കരിച്ച തിരഞ്ഞെടുപ്പ് ഓർത്ത് ഞങ്ങൾ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഈ ദിനങ്ങളിലൊന്നിൽ ഇന്ന് രാത്രി മുഴങ്ങുന്ന ഈ ജീവന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അവിടുത്തെ ആത്മാവ് ഇടപെടണമേ. അങ്ങേ പ്രതിനിധീകരിപ്പാൻ, അങ്ങേ പ്രതിധ്വനിപ്പിപ്പാൻ ബലഹീനനും അപ്രാപ്തനുമായ എളിയവന് കൃപ പകരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ കരമൊന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. തികച്ചും ഏകാഗ്രതയോടെ ശ്രദ്ധിക്കുക. ഇന്ന് രാത്രി ഞാൻ ഈ സംസാരിക്കുന്നത് എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി നിങ്ങൾ ചിരിച്ചെഴുന്നേൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ കരഞ്ഞെഴുന്നേൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് രണ്ടും തികച്ചും വ്യത്യസ്തമാണ്. സ്തോത്രം. തികച്ചും പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഈ 31,173 വാക്യങ്ങൾ നിറഞ്ഞ ഈ വിശുദ്ധ ബൈബിളിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കിൽ പറയും, യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം. ഗിരിഗീതയോളം, ഗിരിപ്രഭാഷണത്തോളം പ്രാധാന്യമുള്ളൊരു ഭാഗം ഇതിനകത്തുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. മോട്ടിലാൽ നെഹ്റു, രാജാറാം മോഹൻ റായ്, സ്വാമി വിവേകാനന്ദൻ ഇവരൊക്കെ വിശുദ്ധ ബൈബിളിനെ മാറോടടുക്കി പിടിച്ചവരാണ്. അവരോട് ചോദിക്കൂ, ഈ ബൈബിളിനെ ഇത്രയധികം സ്നേഹിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഭാഗം എവിടെയാണ്? അവർ പറയും, പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ പിതാക്കന്മാരുടെ ചരിത്ര വർണ്ണനകളല്ല, ന്യായപ്രമാണത്തിൻ്റെ ആശയങ്ങളുടെ സിവിൽ ക്രിമിനൽ നിയമങ്ങളല്ല, പുതിയ നിയമത്തിലെ പൗലോസിൻ്റെ ഉപദേശ സത്യങ്ങളുടെ വ്യാഖ്യാനങ്ങളല്ല, വെളിപ്പാട് പുസ്തകത്തിലെ ലോക സംഭവങ്ങളുടെ വിശകലനങ്ങളല്ല, ഒരു കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലാകുന്ന ശൈലിയിൽ യേശു ക്രിസ്തു പഠിപ്പിച്ച ഗിരിപ്രഭാഷണം, അതാണ് ഞങ്ങളെ സ്വാധീനിച്ചതെന്ന് ലോകം പറയും. കാരണം അത്ര പവിത്രമാണ് അവിടുത്തെ തിരുവായിൽ നിന്ന് ഒഴുകിയിറങ്ങി അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾ. യേശുവിൻ്റെ 3 പ്രസംഗങ്ങൾ ഏറെ പ്രസക്തമാണ്. ഒന്ന് ഗിരിപ്രഭാഷണം, മറ്റൊന്ന് ഒലിവുമല പ്രഭാഷണം, വേറൊന്ന് മാളികമുറി പ്രഭാഷണം. ഇത് 3 പ്രസക്തമാണ്. ഇതിൽ 100 ചില്ലുവാനം വാക്യങ്ങൾ ഉള്ളടക്കം ചെയ്ത മത്തായി 5, 6, 7 ഈ 3 അധ്യായങ്ങൾ ചരിത്ര പ്രസിദ്ധമായ ഗിരിപ്രഭാഷണമാണ്. പഴയ നിയമത്തിൽ ഒരു മലയും ഒരു വ്യക്തിയുമാണ് യഹൂദന് ഏറ്റവും പ്രധാനപ്പെട്ടത്. പുതിയ നിയമത്തിൽ ഒരു മലയും ഒരു വ്യക്തിയുമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. പഴയ നിയമത്തിലെ ആ മല സീനായ് മലയും പഴയ നിയമത്തിലെ ആ വ്യക്തി പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ മോശയുമാണ്. എന്നാൽ പുതിയ നിയമത്തിലെ ആ മല കാൽവറി മലയും അവിടെ നമുക്ക് ഏറ്റവും പ്രിയങ്കരൻ, നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവുമാണ്. പഴയ നിയമത്തിലെ ആ മലയിൽ
മേഘം, അന്ധതമസ്, കൂരിരുട്ട്, വാക്കുകളുടെ ശബ്ദം ഇവയിൽ കത്തിക്കാളുന്ന തീയിൽ അയ്യോ ഞാനും പേടിച്ചു വിറയ്ക്കുന്നേ എന്ന് മോശ പറയത്തക്ക വിധം പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവം ഒരു മലയുടെ മുകളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് കൽപ്പനകൾ അഗ്നിവിരലുകൾ കൊണ്ട് കൽപ്പലകകളിൽ എഴുതി നൽകിയതാണ് ന്യായപ്രമാണം. എന്നാൽ സഹസ്രാബ്ദങ്ങളുടെ മുൻപോട്ടുള്ള യാത്രയിൽ ഈ ന്യായപ്രമാണം വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മുഹൂർത്തം 3 പകർത്തി മൂത്രമായി മാറിയതുപോലെ വ്യാഖ്യാനം കൊണ്ട് ഈ വചനത്തിൻ്റെ അടിത്തറ തകർത്തിരിക്കുന്ന ഒരു സമൂഹത്തിന് നടുവിലേക്ക് ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, പഴയ നിയമത്തിലെ സീനായി കൊടുമുടിയിൽ ഇറങ്ങി വന്നവനാരോ അവൻ തന്നെ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലൂടെ രൂപപ്പെട്ട് മനുഷ്യകുലത്തിൽ സ്വർഗം ഭൂമിയെ തൊട്ടിറങ്ങിയിട്ട് കാലൂന്നി ഒരു മലയുടെ മുകളിലേക്ക് കയറിയിട്ട് ന്യായപ്രമാണം നൽകിയ ദൈവം തന്നെ നേരിട്ട് അതിൻ്റെ ശരിയായ വ്യാഖ്യാനം തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുന്നതാണ് ചരിത്ര പ്രസിദ്ധമായ ഗിരിപ്രഭാഷണം. കരമുയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കാൻ കഴിയുമോ? ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ലോകത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ കോന്നി ഭാഗത്ത് ഒരിക്കൽ ഒരു ദൈവദാസൻ, ഒരു അച്ചായൻ സാധു കൊച്ചൂഞ്ഞ് ഉപദേശിച്ച പ്രസംഗം കേൾക്കാൻ പോയി. പ്രസംഗം കേട്ടതിന് ശേഷം അന്ന് രാത്രിയിൽ വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് പോയി കുറച്ച് ആശാരിമാരെയും ചുമട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ഈ വീടിൻ്റെ മേക്കൂരയിലെ ഓട് എല്ലാം അഴിച്ച് താഴെ ഇറക്കി. മേക്കൂര മുഴുവൻ അഴിച്ച് അതിൻ്റെ ഉത്തരവും കഴുക്കോലും എല്ലാം അടുക്കി താഴെ കൊണ്ടുവന്നു. അപ്പം നാട്ടുകാർ പറഞ്ഞു, ഇന്നലെ രാത്രി യോഗത്തിന് പോകുന്നത് വരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇന്നലെ രാത്രിയിൽ യോഗം കഴിഞ്ഞതോടെ ഇദ്ദേഹത്തിൻ്റെ സമനില തെറ്റി. അപ്പോൾ ഈ അച്ചായൻ പറഞ്ഞു, എൻ്റെ സമനില തെറ്റിയതല്ല, സ്തോത്രം, ഞാൻ സകലത്തിനും കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരുന്നു എന്ന് ഇന്നലെ രാത്രി വരെ ഞാൻ ചിന്തിച്ചില്ല. എന്നാൽ ഇന്നലെ രാത്രി ഉപദേശിയുടെ പ്രസംഗം കേട്ടപ്പോൾ മനസ്സിലായി ഞാൻ സകലത്തിനും കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരുന്നെന്ന്. കോന്നി വനത്തിൽ നിന്ന് കള്ളത്തടി വെട്ടി ഉണ്ടാക്കിയതാണ് എൻ്റെ വീടിൻ്റെ മേക്കൂര. അതുകൊണ്ട് തന്നെ ഇത് മുഴുവൻ തലച്ചുമടെ ചുമ്മി കോന്നി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ഗ്രൗണ്ടിലോട്ട് കൊണ്ട് വെക്കാൻ പോവുകയാണ്. മോളിൽ ചെന്ന് കണക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ അങ്ങ് തിരിച്ചേൽപ്പിച്ചേക്കാം എന്ന് തീരുമാനിച്ചാണ് മേക്കൂരി അഴിച്ചിറക്കിയത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ വല്ല മാറ്റവും ഈ വന്ന കാലത്ത് നമ്മുടെ യോഗങ്ങൾക്കുണ്ടാകാറുണ്ടോ? സ്തോത്രം. സൈക്കിളെ വന്നാൽ കാറുമായി പോകാം എന്ന് പറയുമ്പോൾ വൈകാരികമായി സന്തോഷിക്കാൻ വകുപ്പുണ്ടെങ്കിലും അനുതാപത്തിൻ്റെ ഒരു തുള്ളി കണ്ണുനീർ കർത്തൃസന്നിധിയിൽ ഒഴുകി ഇറങ്ങാൻ തയ്യാറായാൽ സ്വർഗത്തിൻ്റെ അംഗീകാരത്തിൻ്റെ കയ്യൊപ്പ് അതിൻ്റെ പുറകിൽ വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വചനത്തിലേക്ക് മടങ്ങി വന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി തുടങ്ങുന്നത് വൈകാരിക വിസ്ഫോടനത്തിനല്ല, അനുതാപത്തിൻ്റെ കരച്ചിലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പിന്നെ ശവത്തിൻ്റെ മുകളിൽ ആന കയറി നിന്നാലും വേദന അറിയത്തില്ലല്ലോ. മനസ്സിലായില്ലായിരിക്കും അല്ലേ? ഇന്ന് രാത്രി ഓർക്കുക, അനുതപിച്ച് കരയാൻ ഒരു കവിൾത്തടം ഇതിനകത്ത് തയ്യാറായാൽ നിന്റെ അകത്ത് ആത്മജീവൻ തുടിക്കുന്നുണ്ട് എന്നതിൻ്റെ സജീവ തെളിവാണ് ഇന്ന് രാത്രി യോഗം അവസാനിക്കുന്നതിന് മുൻപ് നിന്റെ അകത്തെ ആത്മജീവന്റെ ചലനം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിട്ട് ഉള്ളിലെ ജീവൻ ശക്തമായി പ്രവഹിക്കുന്ന രാത്രിയാകണം. എന്ന് രാത്രി പറയട്ടെ, സ്തോത്രം. കാലിൽ കിടന്ന ചെരിപ്പൂരി ചെന്നിക്ക് തല്ലിയ മദാമ്മയോട് ഭവതിയുടെ കൈവേദനിച്ചോ എന്ന് ചോദിക്കാൻ മഹാത്മാഗാന്ധി അങ്ങയെ പ്രേരിപ്പിച്ച ഘടകമേതാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, യേശു ക്രിസ്തു പഠിപ്പിച്ച ഗിരിപ്രഭാഷണം. തൻ്റെ സമർപ്പതി ആശ്രമത്തിൽ ഇരിക്കുന്ന സമയം പത്രപ്രവർത്തകർ ചെന്ന് ചോദിച്ചു, സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭരണം അങ്ങയുടെ കൈകളിൽ കിട്ടിയാൽ ഈ രാജ്യത്ത് അങ്ങ് നടപ്പിൽ വരുത്താൻ തുടങ്ങുന്ന നിയമങ്ങൾ എന്തൊക്കെയായിരിക്കും? നിയമരൂപീകരണത്തിന് ഒരവസരം താങ്കൾക്ക് ലഭിച്ചാൽ ആശ്രമത്തിനകത്തു നിന്നും ഒരു ബൈബിൾ എടുത്തുകൊണ്ട് മത്തായി സുവിശേഷം 5-ാം അധ്യായം തുറന്നു പിടിച്ച് മഹാത്മജി പത്രപ്രവർത്തകരോട് പറഞ്ഞു, സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭരണം കൈകളിൽ കിട്ടുകയും നിയമരൂപീകരണത്തിന് എനിക്ക് അവസരമുണ്ടാകുകയും ചെയ്താൽ ഞാൻ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണമായിരിക്കുമെന്ന്
ഇന്ന് രാത്രി വചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ വിശ്വസിക്കുക മാത്രമല്ല, അടിവരയിട്ട് പറയണം, അതെന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കത്തക്ക വിധം പരിശുദ്ധാത്മാവേ എന്നെ പണിയണമേ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക, ഇവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മതത്തിന്റെ 3 പ്രധാനപ്പെട്ട ചടങ്ങുകൾ വ്യക്തമാക്കുകയാണ്. എല്ലാ മതത്തിനും, അത് ബുദ്ധമതമായാലും ജൈനമതമായാലും പാഴ്സി മതമായാലും സിഖ് മതമായാലും ഇസ്ലാം മതമായാലും എല്ലാ മതങ്ങൾക്കും പ്രധാനപ്പെട്ട 3 ചടങ്ങുകൾ മതത്തോട് ബന്ധപ്പെട്ടുണ്ട്. അതിലൊന്നാമത്തെ ചടങ്ങ് നമ്മൾ ഒന്ന് പെട്ടെന്നൊന്ന് വരണം, ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. സ്തോത്രം. 2-ാമത്തെ വാക്യം, 6-ാം അധ്യായം 2-ാമത്തെ വാക്യം. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ, മതിയല്ലോ മോനെ, 6-ന്റെ 5-ാമത്തെ വാക്യം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, 6-ന്റെ 16-ാമത്തെ വാക്യം. ഉപവസിക്കുമ്പോൾ. ശ്രദ്ധിക്കുക, എല്ലാ മതത്തിനും ഈ 3 ചടങ്ങുണ്ട്. ഏതൊക്കെ? 1 ഭിക്ഷ കൊടുപ്പ്, 2 പ്രാർത്ഥന, 3 ഉപവാസം. ഏതൊക്കെ ചടങ്ങാ? മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നാട്ടെ. ഏതൊക്കെ ചടങ്ങാ? 1 ഭിക്ഷ കൊടുപ്പ്, 2 പ്രാർത്ഥന, മറ്റൊന്ന് ഉപവാസം. അതെല്ലാ മതത്തിനുമുണ്ട്. എല്ലാ മതത്തിനുമുണ്ട്. മതങ്ങളെ വേരോട്ടത്തിൽ പഠിച്ചാൽ എല്ലാ മതങ്ങൾക്കുമുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഒരു വിലയിരുത്തലിലേക്ക് കൊണ്ടുവരണം. കൊച്ചു കാര്യങ്ങൾ പോലും വിലയിരുത്തുന്നതാണ് ഒരു ബുദ്ധിമാന്റെ ലക്ഷണം. നമ്മളൊക്കെ ഒന്നും വിലയിരുത്താറില്ലല്ലോ. എന്നാൽ ബുദ്ധിമാന്മാരുടെ ജീവിതത്തിൽ ചെറിയ പാളിച്ചകൾ സംഭവിച്ചാൽ അതും വിലയിരുത്തും. ഞാൻ മുമ്പേ പറഞ്ഞ മഹാത്മാഗാന്ധി ഒരിക്കൽ ഒരു ട്രെയിനിലോട്ട് കയറുക, കാലങ്ങോട്ട് കയറ്റി വെച്ചപ്പം കാലയിലെ ഒരു ചെരുപ്പ് റെയിൽവേ ട്രാക്കിലേക്ക് അങ്ങ് വീണുപോയി. അദ്ദേഹത്തിന് ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളുടെ മധ്യത്തിൽ അദ്ദേഹം പറഞ്ഞു, നിക്ക് 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 എന്ന് പറഞ്ഞിട്ട് ശാന്തമായി മറ്റേ കാല് പൊക്കി ആ ചെരുപ്പൂരി മറ്റേ ചെരുപ്പ് വീണിടത്തോട്ട് തന്നെ ഇട്ടു. അപ്പോൾ കൂടെയുള്ളവർ ചോദിച്ചു, അങ്ങെന്തായി കാണിച്ചേ? ഒരു ചെരുപ്പ് കാലേന്ന് പോയി, ആ സമയത്ത് മറ്റേ ചെരുപ്പ് ഊരി അവിടെ തന്നെ ഇട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ, ഒരു ചെരുപ്പ് കൊണ്ട് തന്നെ എനിക്കൊരു പ്രയോജനവുമില്ല. ഇനിയും റെയിൽവേ ട്രാക്കിൽ കൂടെ ഭിക്ഷയാചിച്ച് നടക്കുന്ന ഒരു സാധു ഇറങ്ങിപ്പോകുമ്പം അവന് കാലൊരു ചെരുപ്പില്ലാതെ എൻ്റെ ഒറ്റ ചെരുപ്പ് കിട്ടിയാൽ അവനും ഒരു പ്രയോജനവുമില്ല. ആർക്കെങ്കിലും സാധുവിന് കിട്ടുന്നെങ്കിൽ 2 ചെരുപ്പും കൂടെ അങ്ങ് കിട്ടിക്കോട്ടെ, നിങ്ങണ്ട ഊരി അവിടെ ഇട്ടെന്ന്. മനസ്സിലായോ? കാലെന്നൊരു ചെരുപ്പ് തെറ്റിപ്പോയാൽ പോലും ബുദ്ധിമാന്മാർ അതിനെ വിലയിരുത്തിയിരുന്നു. അതുകൊണ്ട് അവർ നിത്യതയ്ക്ക് അർഹരെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ശ്രദ്ധിക്കൂ, നമ്മുടെ പ്രാർത്ഥനയെ നമ്മൾക്കൊന്ന് വിലയിരുത്തണം. ശരിക്കും പറഞ്ഞാൽ എന്താണ് പ്രാർത്ഥന? ഈ മലയാള ഭാഷയിൽ പ്രാർത്ഥന എന്ന വാക്ക് വിഭജിച്ച് ചിന്തിക്കണം. പ്രാർത്ഥന 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 എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ പ്രാർത്ഥനയുടെ വാക്കിൻ്റെ യഥാർത്ഥത്തിൽ അർത്ഥം എന്താ? മലയാള ഭാഷയിൽ വരുന്ന പല വാക്കുകൾക്കും സംസ്കൃതത്തോട് ആഴമായ ഇഴയെടുപ്പുമുണ്ട്. മരണം, മാ തീരുക, രണം യുദ്ധം, മരണം യുദ്ധം തീരുക. കണ്ടോ എന്തർത്ഥം അതിനകത്തോടെന്ന് അറിയാമോ? ആണ്ട കിടക്കുന്നു, പെട്ടിക്കകത്ത് ഇടുങ്ങിയ പെട്ടിക്കകത്ത് കിടക്കുന്നു, യുദ്ധം തീർന്നു. വേദന, എന്താ ഈ വേദന? അത് തന്നെ സംസ്കൃതത്തോട് ഒത്തിരി ബന്ധമുള്ളതാ. സംസ്കൃതം പഠിപ്പിക്കാനെന്ന് പറഞ്ഞാൽ നിൽക്കുന്നെങ്കിൽ കാര്യം മനസ്സിലാക്കുമ്പോൾ, വേദം എന്ന് പറഞ്ഞാൽ സംസ്കൃത ധാതുവിൽ നിന്ന് നേരിട്ടെടുത്താൽ അറിവ് എന്നാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർമ്മവേദം, വേദം അറിവ്. വേദം ന എന്നാൽ സംസ്കൃതത്തിൽ ഇല്ല എന്നാണ്. വേദം അറിവ്, ന ഇല്ല, അറിവില്ല. കണ്ടോ, വേദനയുടെ അർത്ഥം എന്താണെന്നറിയാമോ? അറിവില്ലാത്തതാ. ആ വിഷയത്തെക്കുറിച്ച് അറിവില്ലാത്തതായി വേദന. വേദന അർത്ഥം അറിവില്ല. ഇതുപോലെ പ്രാർത്ഥന, എന്താ പ്രാർത്ഥന? വിവാഹം, വിശുദ്ധം, വാഹം വഹനം, വിശുദ്ധമായ വഹനം. കണ്ടോ, അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന എന്താ? പ്രഹഷേണ അധികം അർത്ഥന സമം പ്രാർത്ഥന. എന്താ പ്രഹഷേണ? മലയാളത്തിൽ പ്രത്യേകതയുള്ള അർത്ഥന, അപേക്ഷ, പ്രത്യേകതയുള്ള അപേക്ഷ, അതാണ് പ്രാർത്ഥന. ഒരു സാധാരണ അപേക്ഷയ്ക്കല്ല എൻ്റെ കൂടപ്പിറപ്പേ നീ ഇന്ന് വന്നിരിക്കുന്നത്. മുഖം ചുവരോട് ചേർത്ത് വെച്ചുകൊണ്ട് മനോവേദനയോടെ കരഞ്ഞ ഹിസ്കിയാവിൻ്റെ കണ്ണുനീരിന് മുൻപിൽ ഈ പ്രപഞ്ച ഘടികാരത്തെ തിരിച്ചു കറക്കിക്കൊണ്ട് ഉത്തരം നൽകിയവൻ്റെ മുൻപിൽ കണ്ണുനീരിൽ കുതിർന്ന ഒരു പ്രത്യേകതയുള്ള അപേക്ഷ കൈമാറ്റം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന ദൈവപൈതലേ, നീ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നു. അത് പ്രത്യേകതയുള്ള അപേക്ഷയായിരിക്കണം. എന്താണ് പ്രത്യേകതയുള്ള അപേക്ഷ? യേശുക്രിസ്തു പഠിപ്പിക്കുന്ന പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കുന്നതിന് മുൻപ്
എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിക്കുകയാണ്. എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് പഠിച്ചിട്ട് വേണം എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിക്കാൻ. സ്തോത്രം. എങ്ങനെ പ്രാർത്ഥിക്കരുത്? പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ നാക്ക് എന്ന ഈ 6 ഇഞ്ച് നീളമുള്ള സാധനത്തിൽ സെറ്റ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നും. പ്രാർത്ഥിക്കാം എന്ന് പാസ്റ്റർ പറഞ്ഞാൽ ഉടൻ തടിയലെ വെടി പോലെ, ഉരുളക്കുപ്പേരി പോലെ, കല്ലുവെച്ച ഭാഷയിൽ, മണിപ്രവാള ശൈലിയിൽ നമ്മളങ്ങോട്ട് തുടങ്ങും. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവനും ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനായിരിക്കുക അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും. മക്കളെ നിർത്തണേ, ഞാൻ ഡിക്ഷണറി ഒന്ന് നോക്കിക്കോട്ടേടാ എന്ന് തമ്പുരാൻ പോലും പറയത്തക്ക വിധത്തിൽ നന്നായി പ്രാർത്ഥിക്കാൻ നമുക്കറിയാം. പക്ഷേ ആ പ്രാർത്ഥന ഇരിക്കുന്ന കൂരയുടെ മുകളിലോട്ട് പൊങ്ങില്ല. പ്രാർത്ഥനയ്ക്കകത്ത് വാക്ചാതുര്യമല്ല വലുത്, പ്രാർത്ഥനയ്ക്കകത്ത് ഹൃദയവിശുദ്ധിയാണ് വലുത്. നിന്റെ ഹൃദയം ദൈവവുമായി ബന്ധപ്പെടുന്ന ആ സുലഭ സമയം. സ്തോത്രം. എന്താ പ്രാർത്ഥന? ആ പ്രാർത്ഥനയിൽ ദൈവത്തോട് ഹൃദയം തുറന്ന് ആശയവിനിമയം നടത്തുകയാണ് പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ പ്രാർത്ഥന എങ്ങനെ അരുത് എന്ന് പഠിപ്പിച്ചിട്ടാണ് പ്രാർത്ഥന എങ്ങനെ വേണം എന്ന് പഠിപ്പിക്കുന്നത്. എങ്ങനെ അരുത്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. കപടഭക്തിക്കാരൻ, ശ്രദ്ധിച്ച് കേൾക്കണേ. സ്തോത്രം. ഇന്ന് രാത്രി ഇത് നിങ്ങളുടെ അകത്തോട്ടൊന്ന് കയറിയാൽ ഞങ്ങൾ സന്തോഷിക്കുക മാത്രമല്ല, സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്കൊക്കെ അറിയാം, പണ്ട് നമ്മൾ ഈ കഷായം കുടിച്ച കാലം ഓർമ്മയുണ്ടോ? ഇന്ന് കരപ്പൻ അത്ര വ്യാപകമല്ല. പണ്ട് ചെറുപ്പ സമയത്ത് സ്തോത്രം കരപ്പൻ എന്ന് പറഞ്ഞ ആ പ്രയാസത്തിൻ്റെ കാലത്തെ സ്തോത്രം നേരെ അലക്കുകല്ലിൻ്റെ ഭാഗത്തേക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ അങ്ങോട്ട് കൊണ്ടുവന്ന് അതിലോട്ട് കയറ്റി നിർത്തിയിട്ട് കൊടിത്തണ്ട് പറിച്ച് വെള്ളത്തിലിട്ടൊന്ന് ചൂടാക്കി അറ്റമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ബ്രഷ് പരുവത്തിലാക്കിയിട്ട് ഒരു പ്രയോഗമുണ്ട് പ്രിയപ്പെട്ടവരെ. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി കഷായം ഇങ്ങോട്ട് കൊണ്ടുവരും. കടുങ്കാപ്പിയുടെ കളറുള്ള കട്ടിക്കഷായം 2 കാലിൻ്റെ ഇടയിലോട്ട് മാതാപിതാക്കൾ കയറ്റി നിർത്തി ഇത് ഒരു ഭഗീരഥ പ്രയത്നം പോലെ വായിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുമ്പം ഇതൊരു വല്ലാത്ത കഷ്ടപ്പാട് തന്നെയാണ്. സ്തോത്രം. എന്തിനായി ഈ അധ്വാനം? എടാ, ഇവുത്തേൽ അരത്തോടം അകത്ത് കയറിയാൽ പിത്തശൂല മാറുമെന്ന് ഉറപ്പാ. ഇന്ന് രാത്രി പറയട്ടെ, ഞാൻ ഈ പറയുന്നത് ശരിയായി ഒരു തോടം നിങ്ങളുടെ അകത്ത് കയറിയാൽ നിങ്ങളുടെ ദർശനം മാറുമെന്ന് ഉറപ്പാ. ഈ രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെ പ്രാർത്ഥിക്കരുത്? എങ്ങനെ പ്രാർത്ഥിക്കരുത്? കപടഭക്തിക്കാരനെ പോലെ പ്രാർത്ഥിക്കരുത്, ഹിപ്പോക്രാറ്റിനെ പോലെ പ്രാർത്ഥിക്കരുത്, അഭിനേതാവിനെ പോലെ പ്രാർത്ഥിക്കരുത്, നടനെ പോലെ പ്രാർത്ഥിക്കരുത്. എന്താണ് അഭിനേതാവിൻ്റെ പ്രാർത്ഥന? ശ്രദ്ധിക്കൂ. യേശുക്രിസ്തുവിൻ്റെ ജീവിത ചരിത്രം ഒരു ഫിലിമാക്കാൻ ഞാൻ അങ്ങ് തീരുമാനിച്ചെന്നിരിക്കട്ടെ. മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയുക. ആ ഫിലിമിൽ ഓരോ അഭിനേതാക്കളെ വേണം. യേശുക്രിസ്തുവിനെ വേണം, യൂദാ ഇസ്കരിയോത്തായെ വേണം, യോഹന്നാൻ സ്നാപകനെ വേണം. സ്തോത്രം. അങ്ങനെ ഓരോരുത്തരെ കിട്ടി വരിക. യൂദായെ വേണം. അങ്ങനെ പരുവത്തിൽ യൂദായൊക്കെ കിട്ടി. ഒടുവിൽ പലരെയും തപ്പിയിട്ട് ഒരാളിനെ പറ്റിയത് കിട്ടിയില്ല, യോഹന്നാൻ സ്നാപകനെ. കാരണം ചില്ലറക്കാരനൊന്നുമല്ല. സർഗപ്രതിഭയും സ്വരമാധുര്യവും ശബ്ദമികവും മുഖഭാവവും ഒക്കെ ഒത്തിണങ്ങിയ ഒരു നല്ല അഭിനേതാവിനെ വേണം. കാരണം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ യോഹന്നാനേക്കാൾ വലിയവൻ ഉണ്ടായിട്ടില്ലെങ്കിൽ അതൊരു അസാധാരണ അഭിനയമാകണം. സ്തോത്രം. ഒടുവിൽ കിട്ടിയ ഒരാളിനെ അയാൾ അഭിനയത്തിന് സമ്മതിച്ചു. അയാൾ ഒരു ഹോളിവുഡ് നടനായിരുന്നു. അഭിനയമൊക്കെ കഴിഞ്ഞു, കാശ് വാങ്ങിച്ച് അയാൾ വീട്ടിൽ പോയി. അതാണ് പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ അടിപൊളി അഭിനയം. കണ്ടാൽ കണ്ണ് നിറഞ്ഞ് കരഞ്ഞു പോകും. അത്ര നന്നായിട്ട് അഭിനയിച്ചു. കഴുത്തൊക്കെ വെട്ടി അവസാന രംഗം, ജടയുടെ അറ്റത്ത് കിടന്ന് തല പിടയ്ക്കുന്ന രംഗം കണ്ടാൽ ഏത് കഠിന ഹൃദയവും കരളലിഞ്ഞ് കരയും. അത്ര ഭംഗിയായി അഭിനയിച്ചു. സ്തോത്രം. അഭിനയമൊക്കെ കണ്ട സൈറ്റിൽ വെച്ച് തന്നെ ഞാൻ മനസ്സിലാക്കി, ഇയാളെക്കുറിച്ച് എന്നാ പറഞ്ഞാലും ഒരു വിശുദ്ധൻ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അഭിനയം അത്ര നന്നായിരുന്നു. തീ പാർന്ന കണ്ണുകൾ, സർപ്പസന്തതികളെ എന്ന് വിളിച്ചു പറയുന്ന പ്രവാചക ശബ്ദത്തിൻ്റെ മുഴക്കം അസാധാരണം. അങ്ങനെയാണെങ്കിൽ ഈ പരിപാടിയെല്ലാം കഴിയുമ്പം പേഴ്സണലി പോയി ഒന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ട് ജീവിതത്തെക്കുറിച്ചൊന്ന് ചരിത്രം അറിയണം എന്ന് ഞാൻ ആഗ്രഹിച്ചെന്നിരിക്കട്ടെ.
പരിപാടിയുടെ തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഈ ഹോളിവുഡ് നടനുമായി സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെട്ട ജീവിതത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇപ്പം 4ാമത്തെ ഭാര്യയുടെ 5ാമത്തെ ഭർത്താവാണ്. മനസ്സിലായില്ല 4ാമത്തെ ഭാര്യയുടെ 5ാമത്തെ ഭർത്താവിനും യോഹന്നാൻ സ്നാപകനായി അഭിനയിക്കാം. എന്നാൽ പരസ്യ ജീവിതത്തിന്റെ മുഖംമൂടിയുടെ അഭിനയത്തെക്കാൾ രഹസ്യ ജീവിതത്തിന്റെ വിശുദ്ധി കാണുന്ന കണ്ണുകൾക്ക് മുൻപിൽ പരസ്യ ജീവിതത്തിന്റെ അഭിനയമല്ല, രഹസ്യ ജീവിതത്തിന്റെ വിശുദ്ധിയാണ് വലുത് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ മനസ്സിലാക്കുക. പ്രാർത്ഥന അഭിനയമാകരുത്. ഓർക്കൂ, പ്രാർത്ഥന അഭിനയമാകരുത്. ഇടനെഞ്ചു പൊട്ടുന്ന മനോവേദനയോടുകൂടെ കർത്തൃസന്നിധിയിൽ കവിണ് വീണ് കരങ്ങൾ ഉയർത്തുമ്പോൾ കർത്താവേ എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ വാചകം സ്വർഗം സ്വീകരിച്ച് വിഷയത്തിന്മേൽ സ്ഫോടകാത്മകമായ ഉത്തരം തരണമെങ്കിൽ ഒരു നൈർമല്യ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ മനസ്സ് തുറന്നാൽ ഈ രാത്രിയിൽ കൃപ ലഭിച്ച ദൈവപൈതലേ, നിന്റെ കണ്ണുനീരിന് മുൻപിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കും. ആ കരത്തെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. എനിക്ക് ദോഷം വരുമെന്ന് അവിടുത്തേക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ എൻ്റെ കയ്യിലേക്ക് തരാൻ അവിടുന്ന് ചില സമയത്ത് മടിച്ചാലും എനിക്ക് നന്മ വരുമെന്നുള്ളതൊക്കെ തടസ്സം കൂടാതെ എൻ്റെ കൈകളിൽ എത്തിക്കാൻ ആ കരം ചലിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നതെല്ലാം തട്ടിപ്പറിക്കാൻ, വെട്ടിപ്പിടിക്കാൻ, പറ്റിച്ചെടുക്കാൻ, ഒപ്പിച്ചെടുക്കാനുള്ള കുറുക്കുവലിയല്ല പ്രാർത്ഥന. എൻ്റെ ദൈവത്തിന്റെ തിരുഹൃദയം തിരിച്ചറിഞ്ഞ് ഹിതത്തിനായി സമർപ്പിക്കാൻ എന്നെ ഒരുക്കുന്ന രംഗമാണ് പ്രാർത്ഥന. അമ്മയുടെ തോളിൽ ഒക്കത്തിരിക്കുന്ന കുഞ്ഞ് അമ്മ മണ്ണെണ്ണ വിളക്ക് കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ കത്തുന്ന ആ ജ്വാലയിലേക്ക് കൈ നീട്ടി പിടിക്കാൻ പലവട്ടം ഓങ്ങിയാലും സ്നേഹിക്കുന്ന ഒരമ്മയും ആ കയ്യെ ആ തീയുടെ അടുക്കലേക്ക് അടുക്കാൻ അനുവദിക്കാത്തതുപോലെ ഞാൻ മനസ്സിൻ്റെ സങ്കല്പം കൊണ്ട് മനോഹരമെന്ന് കണ്ട് ചോദിക്കുന്ന പലതും എനിക്ക് വരുത്തുന്ന അനർത്ഥം ഗ്രഹിച്ചുകൊണ്ട് എൻ്റെ സ്വർഗീയ മാതാവ്, എൻ്റെ സ്വർഗീയ പിതാവ് എൻ്റെ കൈതട്ടി മാറ്റുമ്പോൾ അത് പ്രാർത്ഥന കേൾക്കാത്തത് കൊണ്ടല്ല, എൻ്റെ നിത്യതയെ കരുതുന്നത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം, വെട്ടിപ്പിടിക്കാൻ തക്കവണ്ണം എനിക്ക് മുൻപിൽ വെക്കുന്ന രാജകീയ പാതയല്ല പ്രാർത്ഥന. ചില മോഹഭംഗങ്ങളെ പോലും അനുവദിച്ചുകൊണ്ട് തന്റെ ഹിതമെന്നിൽ നിവർത്തിക്കാൻ ആ പ്രാർത്ഥനയുടെ മറുപടി ചലിക്കുന്നു. തിരിച്ചറിയുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കൂ, കർത്താവേ നിന്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന്. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ശബ്ദം ഉയർത്തി ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എല്ലാ ദൈവമക്കളും ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചാണ്. ശബ്ദം ഉയരണം. ഈ സന്ദേശം നടക്കുന്നതിനിടയിൽ പരിശുദ്ധാത്മ നിയോഗത്തോടെ പറയാം, നിന്റെ വിഷയത്തിൽ നിഷ്കളങ്കമായ മാനസിക നൈർമല്യത്തോടെ ഒഴുകുന്ന കവിൾത്തടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉയരുന്ന പ്രാർത്ഥനാ വാചകത്തിന് മുൻപിൽ സ്വർഗത്തിൻ്റെ ഘടന ചലിക്കും. ദൈവത്തിൻ്റെ മിലിറ്ററി വിഷയത്തിന്മേൽ ഇറങ്ങും. അത്ഭുതങ്ങളുടെ ദൈവത്തിൻ്റെ കരമുയരും. തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്നാൽ എനിക്ക് ദോഷം വരുമെന്ന് എൻ്റെ സ്വർഗീയ പിതാവിന് തിരിച്ചറിയാൻ കഴിയുന്ന ചില മേഖലയിലേക്ക് എൻ്റെ കൈ നീട്ടു വരുമ്പോൾ അതിൽ നിന്ന് എൻ്റെ കൈ തട്ടി മാറ്റുന്നത് എന്നോടുള്ള വിരോധം കൊണ്ടല്ല, എനിക്ക് വരുന്ന ഭവിഷ്യത്തുകളെ അറിഞ്ഞിട്ടാണെങ്കിൽ ഇന്ന് രാത്രി തിരുഹിത പ്രകാരം പ്രാർത്ഥിക്കാൻ നീ എനിക്ക് കൃപ തരണമേ എന്ന് കൃപ ലഭിച്ച ദൈവമക്കൾ എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? ഓർക്കൂ, ഒരു വിശുദ്ധന്റെ പ്രാർത്ഥനയുടെ പ്രയോറിറ്റി ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥനയ്ക്കായിരിക്കും. ഓർക്കൂ, നിഷ്കളങ്കമാണോ പ്രാർത്ഥന? ദൈവഹിതത്തിൻ്റെ ഭാഗമാണോ? അത്ഭുതങ്ങളുടെ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രിയും ചലിക്കുന്നു. സ്തോത്രം. പാറമടത്തൊഴിലാളിയായ അമ്മ, അപ്പൻ അകാലത്തിൽ മരിച്ചുപോയി. മകൻ സ്കൂളിൽ പോകുന്ന ഷൂസ് കീറിപ്പോയി. അമ്മയോട് വന്ന് പറഞ്ഞു കുത്തിക്കെട്ടിക്കൊണ്ട് പോകുമ്പോൾ കുട്ടികൾ കളിയാക്കുന്നു. അമ്മേ, യേശു അപ്പച്ചനിൽ വിശ്വാസമില്ലേ? ഞാൻ ഇന്നു മുതൽ തീരുമാനമെടുക്കുന്നു, ഉറങ്ങുന്നതിന് മുമ്പ് എൻ്റെ കട്ടിലിരുന്ന് ഞാൻ യേശു അപ്പച്ചനോട് എനിക്ക് ഷൂ വേണമെന്ന് പറയും. അമ്മ ഹാസ്യരൂപത്തിൽ പറഞ്ഞു, ഭൂമിയിലെ കോടിക്കണക്കിന് ആളുകളുടെ കുരുക്കഴിയാത്ത പ്രശ്നം തീർക്കാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന യേശുവിന് നിനക്ക് ഷൂസ് വാങ്ങിച്ചു തരാനാ നേരം എന്ന് പറഞ്ഞ് അതിനെ അവഗണിച്ച് കളഞ്ഞു. ആ കുഞ്ഞ് എന്നും വൈകിട്ട് ഉറങ്ങുന്നതിന് മുൻപ് കട്ടിലിൽ മുട്ടുമടക്കിയിട്ട് യേശു അപ്പച്ച എനിക്ക് ഷൂ വേണം എന്ന് പറഞ്ഞിട്ട് കിടക്കുക പതിവായിരുന്നു. ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ
തൊട്ടടുത്ത കുബേര ഭവനത്തിലെ ധനാഢ്യനായ മനുഷ്യൻ രാത്രി 9 മണി കഴിഞ്ഞപ്പോൾ ഭാര്യാസമേതം വീട്ടിലെത്തി. ആ ചെറ്റക്കുടിന് തട്ടി തുറന്നപ്പോൾ സ്തോത്രം മകൻ ഉറങ്ങിക്കഴിഞ്ഞ സമയമാണ്. ഒരു കവറ് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ മോന് വാങ്ങിച്ച ഷൂസാണ്. സ്തോത്രം അവൻ ഇട്ട് നോക്കിയിട്ട് പാകമല്ല, വില കൂടിയ ഷൂസാ, മകന് കൊള്ളുമോന്ന് നോക്ക് എന്ന് പറഞ്ഞ് സ്തോത്രം ഏൽപ്പിച്ചേച്ച് പോയി. ഈ അമ്മ ഈ കവറ് പൊട്ടിച്ച് സ്തോത്രം ഈ ഷൂസ് കണ്ണ് തുറന്ന് വരുമ്പോൾ കൺമുൻപിൽ കാണത്തക്ക വിധം അങ്ങ് വെച്ചു. സ്തോത്രം അമ്മയും കിടന്നുറങ്ങി. രാവിലെ അമ്മ അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞു ഉണർന്ന് നേരെ നോക്കിയപ്പോൾ ഷൂസ് ഇരിക്കുന്നു. എടുത്ത് കാലിലോട്ടിട്ടു. കിറുകൃത്യം ഓടി അടുക്കളയിലെത്തിയിട്ട് ആ കുഞ്ഞ് പറയുകയാണ് അമ്മയോട്, മമ്മി, എൻ്റെ യേശു അപ്പച്ചന് എനിക്ക് ഷൂസ് വേണമെന്ന് തന്നെയല്ല, എൻ്റെ കാലിൻ്റെ അളവ് പോലും അവിടുത്തേക്ക് നന്നായിട്ടറിയാം. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, തിന്മയായി വരുന്നതിനെ തടയുമ്പോൾ തന്നെ നിന്റെ ആവശ്യങ്ങളുടെ ആന്തരിക അളവ് പോലും കൃത്യമായി അറിയുന്ന ഒരുവന്റെ മുൻപിലാണ് ഇന്ന് രാത്രി ഇരിക്കുന്നതെങ്കിൽ വാ തുറന്ന് വിളിച്ചു പറയണം, അപ്പാ, എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ നിന്റെ കരം ചലിച്ചേ മതിയാകൂ. ശ്രദ്ധിക്കുക. അങ്ങനാണെങ്കിൽ എൻ്റെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? അതിനുള്ള നല്ലൊരു മാതൃക, അതിനുള്ള ഏറ്റവും പറ്റിയ മാതൃക, വേദപുസ്തകത്തിലെ ഭക്തന്മാരുടെ അത്ഭുതകരമായ പ്രാർത്ഥനകളുണ്ടെങ്കിലും ഏറ്റവും ശ്രദ്ധേയമായ മാതൃക കർത്താവ് പഠിപ്പിച്ച മാതൃകാ പ്രാർത്ഥന. ശ്രദ്ധിക്കണേ. പെന്തിക്കോസ്തുകാരായ ആളുകളെ കുറിച്ച് മറ്റുള്ളവർ പറയാറുണ്ട്, നിങ്ങളെ കൊള്ളാം, നിങ്ങൾ തന്നെ ഈ കർത്തൃപ്രാർത്ഥന പ്രാർത്ഥിക്കാത്തത്. തത്തമേ പൂച്ച പൂച്ച, തത്തമേ പൂച്ച പൂച്ച, തത്തമേ പൂച്ച പൂച്ച എന്ന് പറയാത്തത് എന്താണെന്നാണ് ചോദ്യത്തിൻ്റെ ഉദ്ദേശമെങ്കിൽ തെറ്റി. എന്നാൽ ഞാനൊരു കാര്യം അടക്കം പിടിച്ച് ദൈവമക്കളോട് പറയട്ടെ, ഇത് വല്ലപ്പോഴും ഒന്ന് പ്രാർത്ഥിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുകയൊന്നുമില്ല. പിന്നെ അടുത്തിരിക്കുന്നവനെ അരച്ച് കലക്കി അരക്കപ്പാക്കി കൈ കിട്ടിയാൽ ഒറ്റ മോന്തിനകത്താക്കാനുള്ള വിരോധമുണ്ടെങ്കിലും ആത്മീയതയുടെ അഭിനയവുമായി നടക്കുന്ന ആളുകൾക്ക് ഇത് പ്രാർത്ഥിക്കാൻ അർഹതയില്ല. ഇച്ചിരി പുളിക്കും. അയ്യോ, ഐസായി പോയ പോലെ തോന്നുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ വൈരാഗ്യം അകത്ത് കരുതുന്ന, പക പുലർത്തുന്ന ഒരുവനെ കൊണ്ട് സാധ്യമല്ല. ഏറേറ്റ് പിടഞ്ഞ് നിലത്ത് വീഴുമ്പോഴും മുട്ടുകുത്തിയിട്ട് ഇവർക്കിവരുടെ പാപം നിർത്തരുതേ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പഠിപ്പിച്ച ജീവിത ശൈലി ഏറ്റെടുത്ത ഒരു ഭക്തനെ കഴിയുകയുള്ളൂ. ഇന്ന് രാത്രി ആത്മാർത്ഥമായി ഞാൻ പറയട്ടെ, തിരിച്ചറിയണം, നിന്റെ പ്രാർത്ഥന ഒരു വിശുദ്ധന്റെ പ്രാർത്ഥനയാകണമെങ്കിൽ ആ പ്രാർത്ഥനയുടെ ശൈലിയെ പരിശുദ്ധാത്മ ഉടച്ചു വാർക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു ഭക്തന്റെ പ്രാർത്ഥന. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥനയിൽ 7 പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് സംബോധനാവാചകമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ് സംബോധനാവാചകം. എന്താ സംബോധനാവാചകം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇതാണ് സംബോധനാവാചകം. ആര് പ്രാർത്ഥിക്കണം? ആരോട് പ്രാർത്ഥിക്കണം? എങ്ങനെ സംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം? ഈ പ്രാർത്ഥനയുടെ ആ തലക്കെട്ടിൽ കിടപ്പുണ്ട്. ഇനിയും പ്രാർത്ഥനയ്ക്ക് 7 പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. നന്നായി അറിയാവുന്ന ഭാഗമായതുകൊണ്ട് എൻ്റെ ശ്രോതാക്കൾക്ക് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം 1. നിന്റെ രാജ്യം വരണം 2. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം 3. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണം 4. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം 5. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുത് 6. ഞങ്ങളെ ദുഷ്ടങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണം 7. അങ്ങനെയാണെങ്കിൽ 7 പ്രാർത്ഥനാ വിഷയങ്ങൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്നു. ഒടുവിൽ ഒരു ഉപസംഹാരം, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളത് തന്നെ, ആമേൻ. അങ്ങനെയാണെങ്കിൽ 7 പ്രാർത്ഥനാ വിഷയങ്ങൾ, ഒരു ആമുഖ പ്രയോഗം, ഒരു ഉപസംഹാര പ്രയോഗം, ഇത്രയും ആ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. ഇനിയും ശ്രദ്ധിക്കണേ, ഈ പ്രാർത്ഥനയ്ക്കകത്ത് വയറിൻ്റെ കാര്യം, ഭൗതിക ആവശ്യം എവിടെ കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന അറിയാമോ? ശരീരഘടനയിൽ വയർ എവിടെ ഇരിക്കുന്നേ? വയർ തലയിലല്ല, വയർ കാലേലുമല്ല. സർവശക്തനായ ദൈവം തൃക്കരങ്ങളിൽ ഒരുപിടി മണ്ണെടുത്ത് കരുത്തുറ്റ കരങ്ങൾ കൊണ്ട് കരുതിക്കൂട്ടി കളിമണ്ണിൽ കൈക്രിയ നടത്തി നമ്മുടെ ശരീരത്തിൻ്റെ ആകാരവടി ഉണ്ടാക്കിയപ്പോൾ കളിമണ്ണ് കൊണ്ട് കുഴച്ചുണ്ടാക്കിയ ആ കളിമൺ കരകൗശല രൂപത്തിനകത്ത് വയർ സെറ്റ് ചെയ്ത് കൃത്യം നടുക്ക്. സ്തോത്രം. എന്താ കാര്യം?
കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ആളിൻ്റെ ശരീരഘടനയിൽ കൃത്യം സെൻറ്ററിലാണ് വയറ്. എന്നാ തലയിലാകാഞ്ഞത്, എന്നാ കാലയിലാകാഞ്ഞത്? തലയിലായാൽ മുൻഗണനയാകും, കാലയിലായാൽ അവഗണനയാകും. തലയെ വെച്ച് മുൻഗണനയും വേണ്ട, കാലയെ വെച്ച് അവഗണനയും വേണ്ട, കൃത്യം നടുക്ക് വെച്ച് പരിഗണന മതി. അതുകൊണ്ടാണ് വയറ് കൊണ്ട് കൃത്യം നടുക്ക് വെച്ചിരിക്കുന്നത്. എല്ലാവരും തപ്പി നോക്കിയാൽ മനസ്സിലാകും വയറ് സെൻറ്ററിലല്ലേ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഓർക്ക്, ആത്മീയ സന്നിധിയിൽ ദൈവസന്നിധി കടന്നു വരുമ്പോൾ ഭൗതിക വിഷയത്തിന് അമിത പ്രാധാന്യവും വേണ്ട, അവഗണനയും വേണ്ട, നടുക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. വിഷയത്തിന്മേൽ പ്രവർത്തിക്കാൻ എൻ്റെ അപ്പച്ചന് കഴിയുമെന്ന് ബോധ്യമാകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥനയുടെ ഘടന നോക്കണം. എന്താണ് ഒരു വിശുദ്ധന്റെ പ്രാർത്ഥനയുടെ ശരിയായ ഘടന? സ്തോത്രം. ആദ്യത്തെ പ്രാർത്ഥനാ വിഷയം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? ആരോട് പ്രാർത്ഥിക്കണം? എങ്ങനെ സംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം? അപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം, അപ്പച്ച എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി പറയട്ടെ, അപ്പ എന്ന് പറഞ്ഞടുത്ത് ചെല്ലാൻ കഴിയുന്നൊരു ബന്ധം എനിക്ക് എൻ്റെ കർത്താവുമായിട്ടുണ്ടെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്ത് മൗനമായി എഴുന്നേൽക്കരുത്. ഈ രാത്രി ശബ്ദമുയർത്തി അപ്പ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നാവുകൾ ചലിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാനിന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ, അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ ആ സംബോധന വാചകത്തിനൊരു ബന്ധമുണ്ട്. ഞങ്ങളൊക്കെ ആയിരുന്ന പശ്ചാത്തലത്തിൽ പഴയ പാരമ്പര്യ ബന്ധത്തിൽ വിശുദ്ധന്മാരുടെ പേരെല്ലാം പറയുന്നൊരു ഭാഗമുണ്ട്. അത് വളരെ ബഹുമാനത്തോടെ കേട്ടുകൊണ്ടിരുന്ന പശ്ചാത്തലം ഞങ്ങളുടെ മാതൃവഴിയിലുണ്ടായിരുന്നു. ഈവാനിയോസ, അന്തിമോസ, കൂറിലോസ, ദീമോസ, ഇസ്കരിയോത്തോസ, യൂലിയോസ, ഇവരുടെ എല്ലാം പേരങ്ങോട്ട് പറഞ്ഞിട്ടൊരു പ്രയോഗമുണ്ട്. ഇവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയും കാവലുമായിരിക്കാൻ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അന്തിമോസനെയും ഇവാനിയോസനെയും കൂറിലോസനെയും ദീമോസനെയും ഇസ്കരിയോത്തോസനെയും യൂലിയോസനെയും ഒക്കെ ഓരോ കേസ് കെട്ടുമായിട്ട് അങ്ങോട്ട് വിട്ടിട്ടുണ്ട് കർത്താവേ. അവരുടെ റെക്കമെൻഡേഷൻ സ്വീകരിച്ച് ഞങ്ങളുടെ വിഷയത്തിന് മറുപടി തരണമെന്ന് അവരവിടെ ചെന്ന് പറയുന്ന റെക്കമെൻഡേഷൻ ദൈവം അംഗീകരിച്ചെങ്കിലേ എൻ്റെ വിഷയത്തിന് പരിഹാരമുള്ളൂ എന്നാണ് ചിന്തയെങ്കിൽ അവരെ ഇടയ്ക്ക് നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന നിയോഗം ആരെയും ഇടയ്ക്ക് നിർത്തണ്ട. നേരിട്ട് അപ്പ എന്ന് വിളിച്ചുകൊണ്ട് നിന്റെ വിഷയത്തെ ധൈര്യത്തോടെ കൃപാസനത്തിങ്കിലേക്ക് അടുത്തി എന്ന് പ്രാർത്ഥിക്കാൻ പദവി നിനക്കുണ്ട്. കാരണം എന്താണെന്നറിയാമോ? വേദപുസ്തകം പഠിച്ചു നോക്കൂ. ഇതിനകത്ത് ഒരു ഭക്തന്മാരും പ്രാർത്ഥിച്ചപ്പോൾ ഒരു വിശുദ്ധരെയും ഇടയ്ക്ക് നിർത്തിയിട്ടില്ല. സ്തോത്രം. ഞാൻ ഓർക്കുകയാണ്, വടിയിട്ട് സർപ്പത്തെ ഉണ്ടാക്കാൻ, കാട്ടുവടി നീട്ടി കടലിനെ രണ്ടായി മുറിക്കാൻ, പ്രകൃതി ശക്തികളെ വാക്കിൻ്റെ മുൻപിൽ വിലങ്ങ് നിർത്താൻ ശക്തനായ ദൈവത്തിൻ്റെ ദാസൻ മോശ മരിച്ചു മാറിയ ഇടത്ത് അടുത്തത് യോശുവ ദൈവിക ഭരണത്തിൻ്റെ ചുമതല ഏറ്റുവാങ്ങി. സ്തോത്രം. പെട്ടകം വഹിച്ച പുരോഹിതന്മാരുടെ പാദം യോർദാനിൽ തൊട്ടപ്പോൾ യോർദാൻ രണ്ടായി മുറിഞ്ഞു മാറി. എന്നാൽ ഒരിക്കൽ പോലും മോശയപ്പച്ച ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് യോശുവ പ്രാർത്ഥിച്ചിട്ടില്ല. യോശുവയും മോശയും ഒരുത്തനോടെ പ്രാർത്ഥിച്ചു. ആരെയും ഇടയ്ക്ക് നിർത്താതെ നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി ആരെയും ഇടയ്ക്ക് വേണ്ട, ധൈര്യത്തോടെ നിനക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഏലിയാവിൻ്റെ നല്ല ശിഷ്യനായിരുന്നു ഏലിശ. സ്തോത്രം. ഏലിയാവിനേക്കാൾ ഇരട്ടി അത്ഭുതങ്ങൾ ഏലിശ ചെയ്തു. എന്നാൽ ഓർക്കുക, മരിച്ചു മൺമറഞ്ഞ് 6 അടി മണ്ണിൽ അവശേഷിപ്പിച്ചിരിക്കുന്ന ഒരു ഗുരുവിനെ അല്ല, പിന്നെ അഗ്നി അശ്വരഥങ്ങൾ പറന്നിങ്ങോട്ട് ഇറങ്ങി അതിലോട്ട് കയറിയിരുന്ന് അഗ്നി അശ്വത്തേരിൽ കൺമുൻപിൽ മുകളിലേക്ക് കടന്നു പോകുന്ന ഒരു ഗുരുവിനെയാണ് ഏലിശ കൺമുൻപിൽ കണ്ടത്. തിരിച്ച് പുതപ്പുമായി തോളിൽ നിന്ന് വീണ ഇരട്ടി അഭിഷേകത്തിന്റെ പുതപ്പുമായി യോർദാനെ അടിക്കാൻ നിൽക്കുന്ന സമയം ഏലിയാവേ അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഏലിയാവ് എവിടെ എന്നല്ല ഏലിശ ചോദിച്ചത്, ഏലിയാവിന്റെ ദൈവം എവിടെ എന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, ആരുടെയും ഇടസാന്നിധ്യം വേണ്ട. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ നിന്റെ ചങ്ക് തകർന്ന് അപ്പ എന്ന് വിളിച്ചാൽ വിഷയത്തിന് ഉത്തരം തരാൻ ആ കരം ചലിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ വേദപുസ്തകത്തിൽ ശക്തനായ ദൈവദാസനായിരുന്നു ധന്യനായ പൗലോസ്ലീഹയുടെ ശിഷ്യനല്ലായിരുന്നു തിമത്തിയോസ്. ഒരിക്കലെങ്കിലും പൗലോസിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല, പ്രാർത്ഥിച്ചിട്ടില്ല. കാര്യമെന്നറിയാമോ? അവർക്കൊക്കെ അറിയാം ഇടയ്ക്ക് ആരെ നിർത്തി പ്രാർത്ഥിക്കേണ്ട ആവശ്യം വിശുദ്ധ ബൈബിൾ അനുവദിക്കുന്നില്ല. മധ്യസ്ഥതയിലൂടെ മരിച്ചു മൺമറഞ്ഞവരുടെ സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ അപ്പച്ചൻ്റെ മുൻപിലേക്ക് അടുത്തിയെന്ന് സ്വന്തം മകൻ വിളിക്കുന്ന ബന്ധത്തോടെ
ദൈവത്തോടെ ആ രക്തബന്ധത്തിന്റെ ആ ഊഷ്മളതയിൽ അപ്പ എന്ന് വിളിച്ചാൽ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് മഹത്വം വെളിപ്പെടുത്താൻ കഴിവുള്ള ഒരു കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ട് പറയണം, ഈ രാത്രി ഞാൻ വിഷയം നിന്റെ സല്ലിൽ കൈവയ്ക്കുകയാണ്, കർത്താവ് കൈയേൽക്കണം അപ്പ. അതിനിടയ്ക്ക് ആരും നിർത്തണ്ട. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ ഒരു മനുഷ്യൻ ചക്ക ഇടാൻ പ്ലാവിൻ്റെ ചോട്ടിൽ വന്നു. ചക്ക നീളമുള്ളൊരു തോട്ടിലറ്റത്ത് ഒരു അരിവാള് വെച്ച് കെട്ടി, നമുക്കറിയാമല്ലോ. എന്നിട്ട് ഈ ചക്കയുടെ ഞെടുപ്പയിലോട്ട് കയറ്റിയിട്ട് താഴോട്ട് വലിച്ചപ്പോൾ സംഭവിച്ചത്, തോട്ടിലറ്റത്ത് കെട്ട് മുറുകാഞ്ഞത് കൊണ്ട് തോട്ടി ഊരിഞ്ഞ് പോന്നു, അരിവാള് കുത്തി അവിടെ ഇരുന്നു. പുള്ളിക്ക് ആകപ്പാടെ പ്രയാസമായി. പുള്ളി നേരെ സ്തോത്രം അടുത്ത മാടക്കടയിൽ പോയി 50 പൈസയുടെ മുടിക്കയർ വാങ്ങിച്ചുകൊണ്ട് വന്ന് നേരെ പ്ലാവേ കയറി അനങ്ങാതെ അരിവാളെടുത്തു, നേരെ താഴെ ഇറങ്ങി വന്നു. ആ തോട്ടിലറ്റത്ത് ശരിക്ക് കയറുകൊണ്ട് അരിവാൾ വെച്ച് കെട്ടി ചക്കയിട്ട് തിന്നു. എന്താ പറ്റി? എടാ, വെട്ടിയിടാൻ കൈ കിട്ടിയപ്പം വെട്ടിയിട്ടച്ച് പോരണ്ടേ? വെട്ടിയിടാൻ കൈ കിട്ടിയാലും ഈ തോട്ടി കൂടെ പറിക്കുമെന്ന് നിനക്കെന്നെ ഇത്ര നിർബന്ധം? നേരിട്ട് അപ്പച്ച എന്ന് വിളിക്കാൻ കൈ കിട്ടിയാലും തോട്ടി കൂടെ പറിക്കൂ എന്ന് നിർബന്ധമുള്ളവരുടെ നടുവിൽ ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയിൽ ഹൃദയവേദനയോടെ അപ്പ എന്ന് വിളിച്ച് കരയാൻ ധൈര്യമുള്ള ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി യോഗം പിരിഞ്ഞെഴുന്നേൽക്കുന്നതിന് മുൻപ് കരിമരുന്നിൽ തീ തൊടുന്നത് പോലെ, ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, കരിമരുന്നിൽ തീ തൊടുന്നത് പോലെ നിന്റെ വിഷയത്തിന്മേൽ മഹത്വം വെളിപ്പെടുത്താൻ ആ കരം ഈ രാത്രി ചലിക്കുന്നുണ്ട്. ശബ്ദം ഉയർത്തി വിളിച്ചു പറയണം അപ്പ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, കണ്ണുനീരോടെ വിഷയം കർത്തൃസന്നിധിയിൽ കൈമാറിയാൽ, ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, നവോമിയുടെ കയ്പിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, ഈ ഗ്രൗണ്ട് നീ വിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുൻപ് നിന്റെ കുടുംബത്തിന്റെ ജീനിയോളജി മാറ്റിക്കുറിക്കാൻ എൻ്റെ ദൈവത്തിന്റെ കരം ആത്മാവിൽ ചലിക്കുന്നുണ്ട്. തിരിച്ചറിയുന്ന ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. അപ്പാ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇടത്തിരിക്കുന്നവരെ മറക്കുക, വലത്തിരിക്കുന്നവരെ മറക്കുക, മുൻപിലും പുറകിലും ഇരിക്കുന്നവരെ മറക്കുക. ഇന്ന് രാത്രി ആ കരം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന ബോധ്യത്തോടെ ആത്മനിയോഗത്തോടെ ശബ്ദമുയർത്തി അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ എത്ര പ്രിയപ്പെട്ടവർക്ക് ഈ രാത്രി കഴിയും? നിന്റെ ഇടനെഞ്ചു പൊട്ടുന്ന വേദനയ്ക്ക് മുൻപിൽ, നിന്റെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിന് മുൻപിൽ, നിന്റെ ഉള്ളിൻ്റെ കടുങ്കെട്ട് വീണ വിഷയത്തിന് മുൻപിൽ ഈ രാത്രി ആശീർവാദം പറയുന്നതിന് മുൻപ് തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ ആ കരം ചലിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ശവമടക്ക് നടത്തുന്ന സമയം, സാധാരണഗതിയിൽ ഞാൻ സാധാരണ പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ എൻ്റെ ആയുസ് കൊണ്ട് ശവമടക്ക് നടത്തിയ വർഷം ഈ വർഷമാണ്. ഡെഡ് ബോഡികൾ കണ്ട് കണ്ണ് മരവിച്ചതുപോലെ ഒരുപാട് വൃദ്ധരും പ്രായമുള്ളവരുമായ ആളുകളുടെ ശവമടക്ക് നടത്തി. എന്നാൽ ചില പ്രത്യേക ശവമടക്ക് നടത്തുമ്പോൾ മണ്ണ് വാരിയിട്ട് ഒടുവിലായി ആ മുഖം മൂടി തൃത്വം പറഞ്ഞ് ശുശ്രൂഷ അവസാനിപ്പിക്കുന്ന സമയം അറിയാതെ കരഞ്ഞു പോകും. കാർമ്മിക ക്രമീകരണങ്ങൾ ഭംഗിയായി നടത്തുന്നത് കൊണ്ട് അതിൻ്റെ ഫ്രെയിമിലൊക്കെ കാര്യം ചെയ്യുമെങ്കിലും ആ കല്ലറയുടെ കവാടത്തിൽ നിന്ന് അറിയാതെ വിങ്ങിപ്പോയിട്ടുള്ള ഒരുപാട് അനുഭവം വ്യക്തിപരമായി എനിക്കുണ്ട്. സ്തോത്രം. അത് എൻ്റെ അമ്മയായതുകൊണ്ടല്ല, എൻ്റെ പിതാവായതുകൊണ്ടല്ല, അതിന് പ്രത്യേക ചില കാരണങ്ങളുണ്ട്. അതിനുള്ള കാരണങ്ങളിൽ ഒന്ന് ഞാൻ പറയാം. അത് പിന്നീടാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. സ്തോത്രം. മരിച്ചു കിടക്കുന്നത് യുവാവായ ഒരു സഹോദരനും അതിന് മുൻപിൽ നിന്ന് അലറിക്കരയുന്നത് യുവതിയായൊരു സഹോദരിയും ആ പിഞ്ചു കുഞ്ഞുങ്ങളുമാണെങ്കിൽ, മുഖം മൂടാൻ ഞങ്ങൾ പറയുന്ന സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്ന് മുഖം മൂടും, പിതാവോ കുടുംബാംഗങ്ങളോ മുഖം മൂടും. ഈ സമയം അമ്മ സമചിത്തത തകർന്ന് സമനില വിട്ടിട്ട് അലറും. ഈ അലറുന്ന സമയം ഞാൻ പലപ്പോഴും ആവർത്തിച്ച് കണ്ടിട്ടുള്ള ഒരു രംഗം നിങ്ങൾക്കും ശ്രദ്ധയ്ക്ക് പറയാം. ആ അമ്മ ആൺതരി, ഈ കുഞ്ഞുങ്ങളിലൊരു ആൺകുഞ്ഞുണ്ടെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അലറുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. പലയിടത്തും ഒരുപോലെ ഈ രംഗം കണ്ടപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ചിന്തിച്ചപ്പോൾ അതിനകത്തൊരു വലിയ തത്വമുണ്ട്. എന്താ ഈ അമ്മ പറയുന്നറിയാമോ? മോനെ, ഞാൻ വിധവയായി, എനിക്ക് സഹിക്കാൻ വയ്യ, വൈധവ്യം എനിക്ക് സഹിക്കാൻ വയ്യ കുഞ്ഞെ. പക്ഷേ ഞാൻ അനാഥയല്ല,
നീ ഒരാൺമകൻ എന്നെ നോക്കാനുണ്ട്. വൈധവ്യം ഒരു സ്ത്രീക്ക് സഹിക്കാൻ കഴിയാത്തതാ. പക്ഷെ അവൾ സഹിക്കും. എന്തില്ലെങ്കിൽ, അനാഥത്വമില്ലെങ്കിൽ. നോക്കാൻ കുടുംബാംഗങ്ങളോ ബന്ധങ്ങളോ ശക്തമാണെങ്കിൽ, അനാഥത്വമില്ലെങ്കിൽ വൈധവ്യം അവൾ സഹിക്കും. ഞാൻ ചോദിക്കട്ടെ, വൈധവ്യവും അനാഥത്വവും ഒരുപോലെ വന്നാൽ എങ്ങനെ സഹിക്കും? നിങ്ങളൊന്ന് നോക്ക്. ഒരു വീട്ടിലേക്ക് പാർക്കാൻ പോയി മോവാബ് ദേശത്ത് ബേദലഹേമിൽ നിന്ന് നവോമിയുടെ കുടുംബം. ആദ്യം ഭർത്താവ് മരിച്ചു, ഒരു ഡെഡ് ബോഡി പുറത്തു പോയി. തൊട്ടു പുറകെ മംഗ്ലോൻ, കില്യോൻ, എലിമലേക്ക് 2 മക്കളുടെ മരണം. 3 ശവം ഒരുപോലെ ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഞാൻ ചോദിക്കട്ടെ, ഒരു ക്ലിപ്ത സമയത്തിനുള്ളിൽ 3 ഡെഡ് ബോഡികൾ ഒരു വീട്ടിൽ നിന്ന് ഒന്നിനു പുറകെ ഒന്നായി പുറത്തു പോയാൽ നാട്ടുകാരെന്ത് പറയും? മുടിഞ്ഞു, ഇനി ഈ കുടുംബം തലപൊക്കുകയില്ല, കരപറ്റുകയില്ല, ഈ കുടുംബം തറപറ്റി. ഇതിന് നടുവിൽ അനാഥത്വവും വൈധവ്യവും ഒരുപോലെ പേറിക്കൊണ്ട് ആ സഹോദരി പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്നെ മാറാ എന്ന് വിളിപ്പീൻ, അത്യുന്നതനെങ്കിൽ അത്യന്തം കയ്പായത് ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രി ഈ ദൂതൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയട്ടെ, ചില പ്രത്യേക പ്രതിസന്ധികളുടെ വൈതരണികളുടെ നാൽക്കവലകളിൽ എത്തി നിൽക്കുന്ന ചില പ്രിയപ്പെട്ടവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നാലുപാടും ഇരമ്പുന്ന പ്രതിസന്ധികൾക്ക് നടുവിൽ വൈധവ്യവും അനാഥത്വവും ഒരുപോലെ ചേക്കേറിയ നവോമിയെ പോലെ കൈപ്പോടെ കരയുന്നവരുണ്ട്. എന്നാൽ വിഷയം കർത്തൃസന്നിധിയിൽ കൈമാറാൻ തയ്യാറായാൽ എൻ്റെ ദൈവം ഇറങ്ങിപ്രവർത്തിക്കും. ഞാൻ പറയാം, യേശുക്രിസ്തുവിൻ്റെ വല്യമ്മച്ചി പദം അലങ്കരിക്കത്തക്ക വിധം ഒരു നവോമിയുടെ മരുമകൾ രൂത്തിനെ രംഗത്ത് കൊണ്ടുവന്ന് ബോവസിന്റെ ഭാര്യയാക്കി ആ കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തുമ്പോൾ ദാവീദിന്റെ വല്യമ്മച്ചിയാക്കി മാറ്റിക്കൊണ്ട് ആ കുടുംബത്തിന്റെ ജീനിയോളജി പണിതെടുത്ത ദൈവമാണ് ഇന്ന് രാത്രി ഞാൻ സേവിക്കുന്ന പ്രസംഗിക്കുന്ന ദൈവമെങ്കിൽ കെട്ടോടെ തകർന്നു. ഇനിയും നിന്റെ കുടുംബം തലപൊക്കില്ലെന്ന്, നിന്റെ കുടുംബത്തിന്റെ ആന്തരിക തകർച്ചകളെ നോക്കി വിധി എഴുതുന്നവരുടെ നടുവിൽ 24 മണിക്കൂർ കൊണ്ട് നിന്റെ കുടുംബത്തിന്റെ ജീനിയോളജി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. വിഷയം കർത്തൃസന്നിധിയിൽ കൈമാറിക്കൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. അപ്പാ, ദൈവത്തിന് സ്തോത്രം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പ്രാർത്ഥനയ്ക്കകത്ത് അതിപ്രധാനമായി മനസ്സിലാക്കേണ്ട ആഴമായ ഒരു തത്വം കിടപ്പുണ്ട്. അതിന്ന് രാത്രി പങ്കുവെച്ച് എന്നോട് അവസാനിപ്പിക്കാം. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പ്രാർത്ഥനയ്ക്കകത്ത് 7 പ്രാർത്ഥനാ വിഷയമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ ഒന്നാമത്തെ വിഭാഗം നിങ്ങൾ മനസ്സിലൊന്ന് കരുതണം. നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം. ചുരുക്കി അങ്ങ് പറയാം, ഓരോ വാക്കും വിശകലനം ചെയ്യേണ്ടതാണെങ്കിലും നീയും ഞാനും, അതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുത്, ഞങ്ങളെ ദുഷ്ടങ്ങൾ നിരീക്ഷിക്കണം. ഞങ്ങളും. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് 2 ഉൾപ്പിരിവുകളുണ്ട്. പ്രാർത്ഥനയ്ക്ക് 2 അടരുകളുണ്ട്. പ്രാർത്ഥനയ്ക്ക് 2 ഇതളുകളുണ്ട്. പ്രബലമായ 2 വശങ്ങൾ പ്രാർത്ഥനയ്ക്കുണ്ട്. ഒന്ന്, നീയും നിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം. 2, നീയും നിന്റെ രക്തവും തമ്മിലുള്ള ബന്ധം. നമുക്കറിയാം, കുരിശിൽ 2 തടിത്തുണ്ടുകളാണ് ഏകീകരിക്കുന്നത്. ഒരു തടിത്തുണ്ട് തിരശ്ചീനമായും മറ്റേ തടിത്തുണ്ട് ലംബമായും നിൽക്കുന്നു. തിരശ്ചീനമായി നിൽക്കുന്ന തടിത്തുണ്ട് വശങ്ങളിലേക്കുള്ള ബന്ധത്തെ സൂചിപ്പിക്കുമ്പോൾ മുകളിലേക്ക് കുത്തി നിൽക്കുന്ന തടിത്തുണ്ട് ദൈവത്തോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഇതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുമ്പോൾ 2 ബന്ധങ്ങൾ ഏകീകരിക്കാത്ത പ്രാർത്ഥന ഇരിക്കുന്ന കൂരയുടെ മുകളിലേക്ക് ഉയരില്ല. നിഷ്കളങ്കതയോടെ, കൈകളിൽ കറപറ്റാതെ, സത്യസന്ധതയോടെ ജീവിക്കുന്ന നീ അനാവശ്യമായി തെറ്റിദ്ധരിക്കപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കും. കാരണം ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ഒരു ദൈവപൈതലിന് തനിനിറം ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. ഇരുട്ട് നക്ഷത്രത്തെ തെളിയിക്കുന്നത് പോലെ നിന്റെ കഷ്ടകാലം നിന്റെ ജീവിതത്തിൻ്റെ ആത്മീയ ദർശനത്തിന് മാറ്റി വർദ്ധിപ്പിക്കും. എന്നാൽ ഒരു വസ്തുത ദൈവമക്കൾ തിരിച്ചറിയണം. ആത്മനിയോഗത്തോടെ ഞാൻ പറയുന്നു, ഈ ബന്ധങ്ങളെ ഗൗരവത്തോടെ കാണണം.
നിങ്ങൾ ഇന്ന് രാത്രി മനുഷ്യകുലത്തിൽ പാപം തുടങ്ങിയ രംഗത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം. സകല പാപങ്ങൾക്കും ഒരു മൂലപാപമുണ്ട്, സകല രാഗങ്ങൾക്കും ഒരു മൂലരാഗമുണ്ട്. സപ്തരാഗം, സരിഗമ പഥനി, അതിൽ നിന്നാണ് നൂറുകണക്കിന് ഗാന തല്ലജങ്ങൾ പൊട്ടിവിടരുന്നത്. ഒരു ഗാനങ്ങൾക്കെല്ലാം ആ മൂലരാഗം എന്ന് പറയുന്ന ഒന്നുള്ളതുപോലെ തന്നെ പാപങ്ങൾക്കെല്ലാം മൂലപാപം, അർത്ഥാൽ തന്തപ്പാപം എന്ന് പറയുന്ന പാപമുണ്ട്. ഈ തന്തപ്പാപം ദൂതനിൽ ആരംഭിച്ചതാണെങ്കിലും മനുഷ്യകുലത്തിൽ ഏതനിൽ തുടങ്ങിയതാണ്. ഏതനിൽ തുടങ്ങിയ തന്തപ്പാപം, അതിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തായിരുന്നു ഏദനിലെ പാപം? ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ടോ? ഏദനിലെ പാപം എന്തായിരുന്നു? 2 ബന്ധങ്ങളുടെ തകർച്ചയായിരുന്നു. സർവശക്തനായ ദൈവം തൃക്കരം കൊണ്ട് മനഞ്ഞ ആദം പാപക്കരി പിടിച്ച് കടിച്ച് പാളിച്ച പറ്റി പതനത്തിൽ വീണപ്പോൾ ഏദനിൽ ദൈവം വെളിപ്പെട്ടിട്ട് ആദമേ നീ എവിടെയെന്ന് ചോദിച്ച് ചോദ്യം ചെയ്യുവാനുള്ള വിസ്താര കോടതി ആദ്യം സർവശക്തൻ ഇറങ്ങി വന്ന് വേദപുസ്തകത്തിലെ 11 കോർട്ടുകളിൽ 1ാമത്തെ കോർട്ട് അങ്ങോട്ട് ആരംഭിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കോടതിയുടെ 1ാമത്തെ ചോദ്യം, തിന്നരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വൃക്ഷഫലം നീ തിന്നോ? ജഡ്ജിയുടെ വിധി പ്രസ്താവനയ്ക്ക് തൊട്ട് മുൻപ് വിസ്താരത്തിന്റെ ചോദ്യം. അപ്പോൾ ആദം പറഞ്ഞ മറുപടി നിങ്ങൾക്കറിയാമോ? എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്ന ഈ സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നു. അതിൻ്റെ അർത്ഥമെന്ന് അറിയാമോ? അതിനകത്തെ നീ തന്ന എന്ന പ്രയോഗമാണ് പ്രസക്തം. എന്താ അതിൻ്റെ അർത്ഥമെന്ന് അറിയാമോ? ആരംഭത്തിനു മുമ്പേ അവസാനം കണ്ട നിത്യജ്ഞാനിയായ മഹാദൈവമേ, സ്തോത്രം, ഈ പെമ്പറന്നോരത്തി എൻ്റെ കൂടെ ഉണ്ടാക്കി തന്നില്ലായിരുന്നു, ഞാൻ ഈ പഴം തിന്നുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ പഴം തിന്നുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ സാധനത്തെ ഉണ്ടാക്കി എൻ്റെ കൂടെ തന്ന നീയാണ് ഞാൻ പഴം തിന്ന കാര്യത്തിൻ്റെ 1ാമത്തെ പ്രതി എന്നാ പുള്ളി പറഞ്ഞത്. അപ്പൊ ശരിക്കും പറഞ്ഞ കുറ്റവാളി ആരാ? സ്തോത്രം. കണ്ടോ, ഒറ്റയ്ക്കിരുന്ന എന്നെ വിളിച്ചു വരുത്തി ഉറക്കിക്കിടത്തി ആദ്യത്തെ സ്തോത്രം ഒരു ഓപ്പറേഷനൊക്കെ നടത്തി ഈ സാധനത്തെ ഉണ്ടാക്കി എൻ്റെ കൂടെ തന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കി തന്ന നീയാണ് ഞാൻ തിന്നതിൻ്റെ 1ാമത്തെ കുറ്റവാളി എന്ന് പറഞ്ഞാൽ ആദ്യം ദൈവത്തെ കുറ്റം പറഞ്ഞു, ആദ്യം ദൈവത്തോടകന്നു. 2, ആദ്യം ഭാര്യയെ സംബോധന ചെയ്ത പദപ്രയോഗം ശ്രദ്ധിക്കണം. അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസം, പിന്നെ ഹണി എന്നോ ഒക്കെ എന്തും നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം. പക്ഷേ ഇപ്പോൾ ഈ ഗതികേടിൻ്റെ ഒറ്റത്തടിപ്പാലത്തെ കയറിയപ്പോൾ പുള്ളിക്കാരൻ്റെ ബോഡി ലാംഗ്വേജ് ഞാൻ ഭാവനയെ കാണുക. 2 കൈ മലത്തി പിടിച്ചുള്ള പല്ല് പുറത്തോട്ട് കാട്ടി വക്രഭാവത്തോടെ ഈ സ്ത്രീ എന്ന് പറയുന്ന പ്രയോഗത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മട്ടിലാ പ്രതികരണം. അങ്ങനെയാണെങ്കിൽ 2ാമത്തെ ബന്ധവും തകർന്നു, രക്തത്തോടുള്ള ബന്ധം തകർന്നു. അവിടെ തുടങ്ങിയ ആ സഹോദരിമാരുടെ കരച്ചിൽ എന്നാണ് എൻ്റെ അഭിപ്രായം. ആ കരച്ചിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്തോത്രം. ഏദനിൽ നിന്ന് ഒരുമിച്ച് ഇറങ്ങിപ്പോയ സമയം കരച്ചിലോടാണ് ഇറങ്ങിപ്പോയത്. ഏദനിലെ 2 തകർച്ച, ദൈവത്തോടുള്ള ബന്ധം തകർന്നു, രക്തത്തോടുള്ള ബന്ധം തകർന്നു, പാപം തുടങ്ങി. നിങ്ങൾക്കറിയാമോ, ഈ ബന്ധം ഏകീകരിക്കാനാണ് 10 കൽപ്പന കൊടുത്തത്. 10 കൽപ്പന എത്ര കൽപ്പലകയിലാണ് നൽകിയത്? ചോദ്യം. ഉത്തരം പറയാം. എത്ര കൽപ്പലകയിലാണ് നൽകിയത്? എത്ര കൽപ്പലകയില? 4 കൽപ്പലകയിലോ? 2 കൽപ്പലകയിൽ. എന്തിന് 2 കൽപ്പലക? എറിഞ്ഞുടച്ചതിന് ശേഷം തിരിച്ചു ചെല്ലുമ്പോഴും മുൻപിലത്തേതുപോലെ 2 കൽപ്പലക എന്ന് പറയാൻ കാര്യം എന്താ? 1ാമത്തെ കൽപ്പലകൾക്ക് വായിച്ച് കൽപ്പിക്കാം. സ്തോത്രം. ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുത്, യാതൊരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, ശബത്ത് ദിവസത്തെ ശുദ്ധീകരിപ്പാൻ ഓർക്ക, എൻ്റെ നാമം വൃഥാ എടുക്കരുത്. ഇത് നിങ്ങൾ തമ്മിൽ പാലിക്കേണ്ടതല്ല, നിങ്ങൾ ദൈവത്തോട് പാലിക്കേണ്ടതാണ്. കാരണം ഏതൊരു ആദ്യം തെറ്റിയത് ദൈവത്തോടാണ്. അപ്പോൾ മനുഷ്യവർഗം ആദ്യം അടുക്കേണ്ടതും ദൈവത്തോടാണ്. സ്തോത്രം. ഇനിയും 5ാമത്തെ അടുത്ത ആ പ്രയോഗം എന്താ? നീ വസിക്കുന്ന ഭൂമിയിൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകാൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസത്യം പറയരുത്, മോഹിക്കരുത്. 6 കൽപ്പനകൾ നിങ്ങൾ ദൈവത്തോട് പാലിക്കേണ്ടതല്ല, നിങ്ങൾ തമ്മിൽ പാലിക്കേണ്ടതാണ്. അതുകൊണ്ട് ഏദനിലെ പതനത്തിന് കാരണം 2 ബന്ധങ്ങളുടെ തകർച്ചയാണ്. കൽപ്പലകകളിലൂടെ പാപപരിഹാരം വരുത്താൻ പ്ലാൻ ചെയ്യുമ്പോൾ 2 ബന്ധങ്ങൾ ഏകീകരിക്കാൻ 2 കൽപ്പലകകൾ ദൈവം സ്ഥാപിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എൻ്റെ അടുക്കൽ ഒരു ന്യായശാസ്ത്രം ചോദിച്ചു, ഗുരു, നിത്യജീവനെ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ. ഓർക്കുക, 2 ബന്ധങ്ങൾ ഏകീകരിപ്പാൻ അവിടുന്ന് തയ്യാറാകുന്നു. നിങ്ങളെ ഈ രാത്രി ഞാൻ ക്രൂശിലേക്ക് 1 സെക്കൻഡ് ക്ഷണിക്കുകയാണ്. ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന്, കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ്, ദാഹത്താൽ സർവാംഗവും തളർന്ന്, അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി, ഒരടി അടിച്ചാൽ തൊലിയുരിയുന്ന, അടുത്തയടിയിൽ പച്ചമാംസം കിറുകിറപ്പറിയുന്ന അടിയേറ്റ് പുറം തകർന്ന്, ഭാരമേറിയ മരക്കുരിശും തോളിൽ വഹിച്ചുകൊണ്ട്
വീണും എഴുന്നേറ്റും വ്യസന വീഥിയിലൂടെ ഗോൽഗോത്തയിലേക്ക്, കാൽവറിയിലേക്ക്, ക്രാനിയോനിലേക്ക് അവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാചകം എന്തെന്നറിയാമോ? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. കാരണം മനുഷ്യവർഗത്തെ തകർച്ച, പാപം ദൈവത്തോടുള്ള ബന്ധം തകർത്തതാണ്. ഇവിടെ യേശു മനുഷ്യവർഗത്തെ ദൈവത്തോട് അടുപ്പിക്കുന്നു. ശ്രദ്ധിക്കൂ, ആ ക്രൂശിൽ ഉയർന്നു നിന്ന് പിടയുമ്പോൾ ചുവട്ടിൽ പെറ്റമ്മ നിൽക്കുന്നു. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. എന്താ? പ്രാർത്ഥനാ സമയങ്ങളിൽ അവിടുന്ന് ആവർത്തിച്ച് ദൈവത്തെ മനുഷ്യവർഗത്തെ തമ്മിൽ നിരപ്പിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ക്രൂശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് മനുഷ്യരെ തമ്മിൽ അവിടുന്ന് നിരപ്പിച്ച് കാണിക്കുന്നു. ഇന്ന് രാത്രി പറയട്ടെ, പ്രാർത്ഥനയ്ക്ക് തയ്യാറെടുക്കണോ? മുട്ടുമടക്കുന്നതിന് മുൻപ് ആഴത്തിൽ ചിന്തിക്കുക. നീയും നിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം, നീയും നിന്റെ രക്തവും തമ്മിലുള്ള ബന്ധം ഏകീകരിക്കാത്ത പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുകയില്ല. അതുകൊണ്ട് ആ മാനുഷിക മൂല്യങ്ങളും ദൈവവചനത്തിൻ്റെ നിർമ്മല സത്യങ്ങളും പുറങ്കാൽ കൊണ്ട് ചവിട്ടി തകർത്തുകൊണ്ട് കൂടപ്പറപ്പുങ്ങളോട് കരുതൽ കാട്ടാൻ വക്രബുദ്ധി ഉപയോഗിക്കുകയോ മറ്റുള്ളവരെ പിൻവാതിൽ സമീപനം സ്വീകരിക്കുകയോ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. കയ്യിൽ കറപറ്റാതെ ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധവും, ഞാനും എൻ്റെ രക്തവും തമ്മിലുള്ള ബന്ധവും ക്രമീകരിക്കത്തക്ക വിധം എൻ്റെ ജീവിതത്തെ ഒരുക്കുന്നെന്ന് പറയാൻ തയ്യാറുള്ളൊരു ദൈവപൈതൽ ഇതിനകത്തുണ്ടോ? സ്വർഗം നിനക്ക് വേണ്ടി ചായുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ബന്ധം ഏകീകരിക്കാൻ ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ തയ്യാറെടുക്കുക. ഒന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമോ? വാ തുറന്ന് ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. എല്ലാ പ്രിയപ്പെട്ടവരുടെ അധരങ്ങളിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നോക്കണ്ട, മുൻപിനും പുറകിലും ഇരിക്കുന്നവരെ നോക്കണ്ട. ക്രമീകരിക്കപ്പെടേണ്ട എത്രയോ വിഷയങ്ങൾ, എത്രയോ കടുങ്കട്ട് വീണ പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ പുറകിലുണ്ട്. എന്നാൽ ഇന്ന് രാത്രി യോഗം പിരിഞ്ഞെഴുന്നേൽക്കുന്നതിന് മുൻപ് ആ ബന്ധനത്തെ അഴിച്ചു മാറ്റാൻ യേശുവിൻ്റെ കരം ഉയരാൻ തുടങ്ങുന്ന രാത്രിയാണ്. കർത്തൃ പ്രാർത്ഥന, കർത്താവ് പഠിപ്പിച്ച മാതൃകാ പ്രാർത്ഥനയുടെ അന്തസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിശുദ്ധൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ അസംതൃപ്തി നിറഞ്ഞ ജീവിത സാഹചര്യത്തിൽ എന്നെ ഞാൻ കൈമാറുന്നെന്ന് പറയത്തക്ക വിധം പ്രാഗൽഭ്യമുള്ള ദൈവമക്കളുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് രാത്രി ഉയരണം. ഒരു വാ പോലും അടങ്ങിയിരിക്കരുത്, ഒരു അധരം പോലും ചലിക്കാതിരിക്കരുത്. കൃപ ലഭിച്ച ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു എക്സ്റേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടത്തേക്ക് യേശുവിൻ്റെ കത്തിജ്വലിക്കുന്ന കൺമുനകൾ ഈ ഗ്രൗണ്ടിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിനക്കറിയാവുന്നതിനേക്കാൾ നിന്നെ അറിയാവുന്ന യേശു ഇന്ന് രാത്രി എത്തിയിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് ചില ബന്ധനങ്ങളെ വരുത്തി വയ്ക്കത്തക്ക വിധം ജീവിതത്തിൽ ആധിപത്യം പുലർത്തുന്ന പൈശാചിക കെട്ടുകളെ ഈ രാത്രി അഴിച്ചു മാറ്റാൻ യേശുവിൻ്റെ കരം ചലിക്കുന്നതിന് വേണ്ടി ജീവിതത്തെ ഒരുക്കി കൊടുക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന രാത്രിയാണ്. അധരങ്ങളിൽ സംഭവിച്ചു പോയ അവിവേകങ്ങളെ അലറിക്കരഞ്ഞുകൊണ്ട് കവണ് വീഴാൻ തയ്യാറുണ്ടെങ്കിൽ വർഷങ്ങൾ പഴകിയ ചില ബന്ധനങ്ങളെ അഴിച്ചു മാറ്റാൻ യേശുവിൻ്റെ കരം ചലിക്കും. കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ച കർത്താവേ, ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധം, ഞാനും എൻ്റെ രക്തവും തമ്മിലുള്ള ബന്ധം തകർന്നിട്ടുണ്ട് കർത്താവേ. ഒരിക്കൽ ഒരു വീട്ടിൽ എന്നും കലഹമാണ്. ആ കലഹത്തിന് മധ്യത്തിൽ പുറത്ത് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന മകൻ കുടുംബവക വസ്തു വിറ്റ് പുതിയ വസ്തുവൊക്കെ വാങ്ങി ഭാര്യയുടെയും ഹൈടെക് മക്കളുടെയും പേരിൽ ആധാരമൊക്കെ തീർത്ത് സന്തോഷത്തോടെ കഴിയുമ്പോൾ 94 വയസ്സുകാരനായ വൃദ്ധൻ മുറിക്കകത്ത് ഒത്തിരി മാനസിക അസ്വസ്ഥതകൾ അനുഭവിച്ച് കഴിയുക. കാച്ചിയെണ്ണയുടെ മണം ഉയരുകയും ഇരിക്കുന്നിടത്ത് മൂത്രം വീഴുകയും ഒക്കെ ചെയ്യുമ്പോൾ ടൈൽസ് ഇട്ട തറയിൽ നിന്ന് ഉയരുന്ന ഗന്ധത്തിന് മുൻപിൽ മരുമകൾ ഇപ്പോൾ ആകെ അസ്വസ്ഥയാണ്. പലപ്പോഴും ആ നാവിൽ വേദനിപ്പിക്കുന്ന ഭാഷ അപ്പന് നേരെ ഉയരാറുണ്ട്. ആ മുറി തുളച്ചകത്തോട്ട് ചെല്ലുമ്പോൾ പറഞ്ഞുവിടുന്ന വാക്കുകളുടെ മുൻപിൽ പലപ്പോഴും കണ്ണ് നനഞ്ഞിട്ട് ആ വൃദ്ധന കിടക്കയിൽ കിടന്നുകൊണ്ട് ദൈവം ചോദിച്ചോട്ടെ എന്ന് പറയാറുണ്ട്. അന്നൊരിക്കൽ കടയടച്ച് ചെന്നപ്പോൾ അടുക്കള വഴി എന്തോ കേട്ടു. അതുകൊണ്ട് തന്നെ ഒരു വരവ ആ മുറിക്കകത്തോട്ട് കയറി ആ വൃദ്ധൻ കട്ടിലിൽ അസ്ഥിക്കോലം പോലെ ഇരിക്കുമ്പോൾ ആ വൃദ്ധൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അയ്യോ കാലന് പോലും വേണ്ടല്ലോ. ഇന്ന് രാത്രി ഓർക്കണം, അതിനുശേഷം ആ കുടുംബത്തിൽ സംഭവിച്ച അനർത്ഥം വാക്കുകൾക്ക് വിശകലനം ചെയ്യാൻ ഉള്ളതല്ല. ഞാനിത് പറയുമ്പോൾ ആരുടെയെങ്കിലും അടുക്കൽ ആ കുടുംബ ബന്ധങ്ങൾ വ്യക്തമായാൽ
ആ ഊരും പേരും വ്യക്തമാക്കിയാൽ അത് സ്വഭാവത്തിൽ അത് ആ സാക്ഷ്യത്തെയൊക്കെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഞാനൊരു വസ്തുത പറയട്ടെ. ആറ്റിക്കളഞ്ഞിട്ട് അരയിൽ തപ്പരുത് കേട്ടോ. ആറ്റിക്കളഞ്ഞിട്ട് അരയിൽ തപ്പരുത്. നിന്റെ മാതാപിതാക്കൾ നിന്നെ ഓർത്ത് കരയുകയും നിന്റെ ജീവിത പങ്കാളി നിന്നെ ഓർത്ത് നിലവിളിക്കുകയും ചെയ്യത്തക്ക വിധത്തിൽ ക്ഷമിക്കാൻ കഴിയാത്ത പക അകത്ത് കത്തിക്കൊണ്ടാണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ പ്രാർത്ഥന അഭിനയമാണ് കുഞ്ഞേ. എന്നാൽ ഇന്ന് രാത്രി ഒരുക്കപ്പെടുന്ന രാത്രിയാകണം. ദൈവാത്മാവ് പറയുന്നു, ക്ഷമിക്കാൻ കഴിയുന്ന പ്രതിസന്ധികൾ ഇന്ന് രാത്രി ക്ഷമിക്കാൻ മനസ്സ് വെച്ചു കൊടുക്ക്. ഞാനൊരു ഫാമിലി സെമിനാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം ആ യോഗത്തിന് മധ്യത്തിൽ ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു, ക്ഷമിക്കണ്ട കേട്ടോ, ക്ഷമിക്കണ്ട, വെച്ചോണ്ടിരുന്നു. നിന്റെ മനസ്സിലത് ഇരിക്കട്ടെന്നേ. കുറച്ച് കഴിയും രാത്രി ഗാഠമായി ഒരു കട്ടിലിൽ ഉറങ്ങാൻ കിടക്കും. അർദ്ധരാത്രിയാകുമ്പോൾ ഒരു അസ്വസ്ഥത. ഇതിനിടയിൽ പറയും, നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം കയറ്റി വെച്ചതുപോലെ തോന്നുന്നു. ഇച്ചിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. നീ അടുക്കളയിലേക്ക് വെള്ളം കുടിക്കാൻ എടുക്കാൻ ഓടും. അപ്പോൾ ഒരു അലർച്ച കേൾക്കാം. തിരിച്ചോടി വരുമ്പോ പച്ചത്തടി പോലെ കിടക്കുന്നു. ശരീരത്തിലേക്ക് തൊട്ടപ്പോ ഒരു വിയർപ്പും തണുപ്പും ഒക്കെ മനസ്സിലായി. അലറിക്കൂവി കുടുംബാംഗങ്ങളെ വിളിച്ചു വരുത്തി ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് ആള് പോയി. പിന്നെ നീ കരയും. എന്ത് കരയുമെന്നറിയാമോ? അയ്യോ, ക്ഷമ ചോദിച്ചൊന്ന് നിരപ്പായിരുന്നെങ്കിൽ, അല്ലാതെ പോയല്ലോ എന്ന്. നിങ്ങൾ അറിയണം, ആ ഫാമിലി സെമിനാറിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോ 65 വയസ്സ് പ്രായമുള്ളൊരു മനുഷ്യൻ്റെ അടുക്കൽ വന്നു. മാറ്റി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, എനിക്ക് ചില അത്യാവശ്യ ക്രമീകരണങ്ങളിൽ ചില എഡിറ്റിംഗ് പരിപാടികളൊക്കെ ആ ജോലി. എൻ്റെ 28ാമത്തെ വയസ്സിൽ ഞാൻ സ്ക്രീനിൽ എന്തോ കണ്ടെന്ന് പറഞ്ഞ് അവൾ എന്നോട് പക പുലർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇനി എൻ്റെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് തരില്ല. അപ്പം ഞാൻ ചോദിച്ചു, ആ ഒരു ഗ്ലാസ് വെള്ളം കിട്ടാമെന്നോ മക്കളും കൊച്ചുമക്കളും ആയത് വരെ ജീവിച്ച? അദ്ദേഹം പറഞ്ഞു, അങ്ങനല്ല, അത് എടുത്ത് കയ്യിൽ തരില്ല, ഉണ്ടാക്കി വെക്കും, എടുത്ത് കഴിച്ചോണം. സ്തോത്രം. വർഷം ഇത്രയുമായി സഹിക്കാൻ വയ്യ. ഞാൻ പ്രാർത്ഥിച്ചു പിരിഞ്ഞു. ദിവസങ്ങൾ പിന്നിട്ടു. എന്നെ ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഹോസ്പിറ്റൽ വരെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് ഓടിയെത്തണം. ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെന്നപ്പോൾ പച്ച തുണി പുതപ്പിച്ച് കിടത്തിയിരിക്കുന്നു, ഡെഡ് ബോഡി. സ്തോത്രം. അതിനുശേഷം ആ സഹോദരി പറയുമായിരുന്നു, ഓ, ഒന്ന് ക്ഷമ ചോദിച്ചിരുന്നെങ്കിൽ, ക്ഷമ ചോദിച്ചിരുന്നെങ്കിൽ. ഇന്ന് രാത്രി ഇത് വെറുതെ പറയുകയല്ല, നിങ്ങൾക്ക് നേരെ ദൈവാത്മാവ് വിരൽ ചൂണ്ടുകയാ. പച്ചക്കറി വാങ്ങിക്കാൻ കടയിലേക്ക് ഭാര്യ പോയതാ. ആരോ വിളിച്ചു പറഞ്ഞു ഹോസ്പിറ്റലിലാക്കിയെന്ന്. ഓടിച്ചെന്നപ്പോൾ വെന്റിലേറ്ററില. അല്പ മിനിറ്റുകൾക്കുള്ളിൽ കണക്ഷൻ എടുക്കുന്നതിന് മുൻപ് ആള് പോയി. മനസ്സുകൊണ്ട് അലറിക്കരഞ്ഞു പറയും, അയ്യോ, ഒന്ന് ക്ഷമ ചോദിച്ചിരുന്നെങ്കിൽ. ഇന്ന് രാത്രി ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് ഇടപെടുന്നു. നാളുകളായിട്ടില്ലേ ആ പ്രാർത്ഥനാ വിഷയം തുടങ്ങിയിട്ട്? എന്തുകൊണ്ടതിന് ഉത്തരമില്ല? എന്തുകൊണ്ടതിന് ഉത്തരമില്ല? ഓർക്കൂ, നീയും നിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധവും, നീയും നിന്റെ രക്തവും തമ്മിലുള്ള ബന്ധവും എവിടെയൊക്കെയോ മുറിഞ്ഞു കിടക്കുന്നു. ഇന്ന് രാത്രി ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ശബ്ദമുയർത്തിയൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങാം. ഒരു വാ പോലും അടഞ്ഞിരിക്കാതെ. ഓടിച്ചു കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ മുൻപിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ചാൽ ബ്രേക്ക് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് രാത്രി ഈ യോഗത്തിന് നടുവിൽ മുഴങ്ങുന്ന ജീവന്റെ വചനത്തിൻ്റെ മുൻപിൽ ജീവിതവാഹനം ബ്രേക്ക് ചെയ്യാൻ ദൈവാത്മാവ് പറയുന്നു. ക്രിസ്തുമസ് ദിവസത്തിലേക്ക് മണിക്കൂറുകൾ മുന്നേറുന്നതിന് മുൻപ് 2021 ക്രിസ്തുമസ് നിന്റെ ജീവിതത്തെ കർത്തൃസന്നിധിയിലെ ബലിപീഠത്തിൽ കയറ്റിയിട്ട് സ്വന്തം വികാരങ്ങളെ കത്തിച്ച് ചാമ്പലാക്കുന്ന രാത്രിയാകാൻ ദൈവാത്മാവ് രാത്രി ഇടപെടാൻ ആഗ്രഹിക്കുന്നു. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ശബ്ദമുയരട്ടെ. ആ കണ്ണുകൾ അടച്ച് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന വ്യക്തികളോട് ആഴത്തിൽ ഇടപെടുകയാണ്. ഇടപെട്ട ദൈവസന്നിധിയിൽ എടുത്ത പല തീരുമാനങ്ങളും പുറങ്കാൽ കൊണ്ട് ചവിട്ടിയെറിഞ്ഞതിന് ശേഷമല്ലേ വിശ്വാസയാത്രയിൽ പിന്നിട്ട വർഷങ്ങൾ കഴിഞ്ഞു പോയത്. 12-13 വയസ്സുകളിൽ കർത്തൃസന്നിധിയിൽ മിഷനറി ദൗത്യത്തിനായി ജീവിതത്തെ സമർപ്പിക്കാനെടുത്ത തീരുമാനം നീ മറന്നെങ്കിലും നിന്റെ ദൈവം മറന്നിട്ടില്ല. എത്രയോ ഉടമ്പടികൾ കഴിഞ്ഞ വർഷത്തിൻ്റെ
എൻ്റെ കൊഴിഞ്ഞുപോയ ദിവസങ്ങളിൽ എടുത്തു. ആയുസ് ഉണ്ടെങ്കിൽ ഇനിയും പ്രഭാതത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന കഴിയാതെ ഞാൻ പുറത്തിറങ്ങുകയില്ലെന്ന്. വചനധ്യാനം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുമെന്ന്. പാപത്തിൻ്റെ അശുദ്ധി എൻ്റെ ജീവിത വസ്ത്രത്തിൽ പറ്റിപ്പിടിക്കാൻ അനുവദിക്കത്തില്ലെന്ന്. മ്ലേച്ഛമായതൊന്നും എൻ്റെ കൺമുൻപിൽ ഞാൻ കാണാൻ കണ്ണുകൾ വിട്ടുകൊടുക്കുകയില്ലെന്ന്. വിചാരങ്ങളാൽ ക്ഷിപ്രകോപത്തോടെ എൻ്റെ പങ്കാളിയുടെ കണ്ണുനീരിന് മുഖാന്തരമായി പ്രതികരിക്കയില്ലെന്ന്. എന്നാൽ കൈവിട്ടുപോയ പലതും ജീവിതത്തിന്മേൽ ആധിപത്യം പുലർത്തിയിട്ട് നഷ്ടബോധത്തോടെ ഈ രാത്രി യോഗത്തിന് മുൻപിൽ ഇരിക്കുമ്പോൾ ചോദിക്കുന്നു, നിന്റെ പ്രാർത്ഥന ഒരു ശരിയായ വിശുദ്ധന്റെ പ്രാർത്ഥനയാണോ? അല്ല കുഞ്ഞേ, ഇന്ന് രാത്രി കരയാൻ ദൈവാത്മാവ് വിളിക്കുകയാണ്. ശാന്തമായ കരങ്ങൾ ഉയർത്തി വന്ന് എഴുന്നേറ്റാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. നിന്റെ നിമിത്തം നിന്റെ പാസ്റ്റർ കരഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നു. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. നിന്റെ പാസ്റ്റർ നിന്റെ നിമിത്തം കരഞ്ഞിട്ടുണ്ടോ? നിന്റെ മാതാപിതാക്കൾ നിന്റെ നിമിത്തം നിലവിളിച്ചിട്ടുണ്ടോ? ദൈവം ചോദിച്ചോട്ടെ എന്ന് ആരെങ്കിലും മനസ്സ് തകർന്ന് നിന്റെ നിമിത്തം പറഞ്ഞിട്ടുണ്ടോ? ക്രമീകരിക്കപ്പെടാനുള്ള വഴികളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കൺമുൻപിൽ ഒരു സ്ഫടിക സ്ക്രീനിൽ എന്നതുപോലെ കാണിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ദൈവാത്മാവ് പറയുന്നു, ഈ രാത്രി ഒരുക്കപ്പെടുക. ഈ രാത്രിയെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ എന്നൊന്ന് വാ തുറന്ന് വിളിക്കാൻ എത്ര അധരങ്ങൾ ഒന്ന് ചലിക്കും. ഇടത്തും വലത്തും നിൽക്കുന്ന ആളുകളുടെ ആഢ്യത്വമോർത്ത് വാപൂട്ടി നിൽക്കേണ്ട. മാസ്ക് വെച്ചാണെങ്കിലും ആ കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ എന്നൊന്ന് വിളിക്കാൻ നാവുകൾ ചലിക്കുമോ? ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. അവിവേകത്തിൻ്റെ വാക്കുകൾ വായിൽ നിന്ന് വീണാൽ പ്രത്യാഘാതം ബൈബിൾ പറയുന്നുണ്ട് കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. വീട്ടിനകത്ത് നാത്തൂൻ, ദൈവത്തിന് സ്തോത്രം, മോശയുടെ ഭാര്യ സിപ്പോറ നിമിത്തം, ഹല്ലേലൂയ, മിരിയാം എന്ന സഹോദരി പറഞ്ഞ പിറുപിറുപ്പിന് മുൻപിൽ കുഷ്ഠം ഉയർന്ന രംഗം നിങ്ങൾക്കറിയാം. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെ, ആഫ്രിക്കൻ പശ്ചാത്തലത്തിലെ ഒരു കറുത്ത മേഖലയിൽ ജീവിച്ചിരുന്ന സഹോദരിയുടെ ശരീരത്തിൻ്റെ ത്വക്കിൻ്റെ കളറും യഹൂദന്റെ വംശശുദ്ധിയുടെ മുൻപിൽ മോശയുടെ ദിവ്യ സൗന്ദര്യത്തിന്റെ കളറും തമ്മിൽ ഒന്നിച്ചു പോകാത്തത് കൊണ്ട് നാത്തൂൻ പോര് തുടങ്ങിയ വീട്ടിനകത്തെ അവിവേകത്തിന്റെ വാക്കുകൾ നിമിത്തം ഒരു സഹോദരിയുടെ കയ്യിൽ കുഷ്ഠമുയരുമ്പോൾ, സ്തോത്രം, ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ. സ്തോത്രം, ചെങ്കടൽ തീരത്തെ ലോകചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഗ്രൂപ്പ് സോങ്ങിന് നേതൃത്വം നൽകിയ പാട്ടുകാരി അവസാനം കുഷ്ഠരോഗിയാകുന്നതിന്റെ കാരണം തപ്പെടുത്ത കൈകളിൽ കുഷ്ഠം പിടിച്ചത് അവളുടെ നിലപാട് നിമിത്തമാണെങ്കിൽ, ഇന്ന് രാത്രി നീ ആരാധിക്കുന്നതിന്റെ അധരങ്ങളിൽ ബന്ധനമുയരുന്നതിന് കാരണമാകുന്ന ചിലത് ജീവിതത്തിൽ ആധിപത്യം പുലർത്തുമ്പോൾ പ്രാർത്ഥനയുടെ നിലപാട് പരിശോധിക്കുക. ഒരു ഭക്തന്റെ യഥാർത്ഥ പ്രാർത്ഥനയുടെ നിലപാട്. അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി ഞാൻ കാണുന്നു സ്വർഗം ഇതിന് മീതെ തുറന്നു നിൽക്കുകയാ. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാ. ദൈവത്തിന്റെ തേജസ് ഈ ഗ്രൗണ്ടിന് മീതെ നിഴൽ വിരിക്കുകയാ. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഇറങ്ങി ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. ചില കുടുംബ ബന്ധങ്ങൾക്കകത്തേക്ക് ദൈവാത്മാവിന്റെ കരം ഇറങ്ങിച്ചെല്ലുകയാ. പരിശുദ്ധാത്മാവ് യോഗത്തിൽ ചില വ്യക്തികളെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. വ്യക്തികൾ ഇന്ന് രാത്രി യോഗം പിരിഞ്ഞു പോകുമ്പോൾ നാളെ പകലത്തെ ആരാധനയ്ക്ക് വരുന്നതിന് മുൻപ് നിങ്ങളുടെ പാസ്റ്റർ ഉൾപ്പെടെ, നിങ്ങളുടെ പിതാവ് ഉൾപ്പെടെ, നിങ്ങളുടെ മാതാവ് ഉൾപ്പെടെ കയ്യിൽ ചെന്ന് കയറി പിടിച്ചുകൊണ്ട് അപ്പച്ച, അമ്മച്ചി എന്നോട് ക്ഷമിക്കണമെന്ന് പറയത്തക്ക വിധം ചില നിരപ്പിന്റെ കരസ്പർശനത്തിലേക്ക് ദൈവാത്മാവ് രാത്രിയിലെ വ്യക്തികളെ ക്ഷണിക്കുന്ന രാത്രിയ. യേശുവിന്റെ നാമത്തിൽ ഒരു വിശുദ്ധന്റെ പ്രാർത്ഥനയ്ക്കായി ഞാൻ എൻ്റെ അധരത്തെ ഒരുക്കുന്നെന്ന് പറയുന്ന ദൈവമക്കൾ കരമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ശബ്ദമുയരട്ടെ. ആ കരമുയർത്തി പ്രാർത്ഥിച്ച കർത്താവേ, എന്നെ കഴുകണമേ. ആ രണ്ട് കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ എനിക്ക് കൃപ തരണമേ കർത്താവേ. ഇന്ന് രാത്രിയിലത്തെ ദൂത് എനിക്കുള്ള ദൈവാലോചനയായിരുന്നു. എന്നെ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുകയാണ്. ഇന്ന് രാത്രി വിശുദ്ധന്റെ പ്രാർത്ഥനയ്ക്കായി എന്നെ സമർപ്പിക്കുന്നു. അടുത്ത യോഗത്തിന് ഞാൻ ദൈവസന്നിധിയിൽ എത്തുന്നതിന് മുൻപ് ചില പുത്തൻ ക്രമീകരണങ്ങൾക്കായി എൻ്റെ ജീവിതത്തെ ഞാൻ ഫലമേൽപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, അടുത്ത യോഗത്തിന് ഞാൻ കർത്തൃസന്നിധിയിൽ എത്തുന്നതിന് മുൻപ് ചില പുത്തൻ ക്രമീകരണങ്ങൾക്കായി എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ, എനിക്ക് പ്രാർത്ഥന വേണം എന്നാഗ്രഹിക്കുന്നെങ്കിൽ ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഞാൻ നിങ്ങളെ പ്രലോഭിപ്പിച്ചോ പ്രേരിപ്പിച്ചോ അല്ല, ആത്മാർത്ഥത ചോദിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെടുന്നു.
അടുത്ത യോഗത്തിന് മുൻപ് എൻ്റെ ജീവിതത്തെ ആഴമായി ക്രമീകരിപ്പാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ആ കരം ഉയർത്തിയവർക്ക് വേണ്ടി ഞാൻ ഇവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസറേയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തിൽ ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ മേൽ തേജസ്സിന്റെ ദ്രവത്വമില്ലാത്ത കരം ഇറങ്ങിപ്പിടിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഒരുക്കപ്പെട്ട ഈ ഹൃദയങ്ങളുടെ മേൽ ഇരുട്ടിന്റെ ശക്തികൾക്ക് അവകാശമില്ലാത്ത വിധത്തിലുള്ള സ്ഫോടകാത്മകമായ വിടുതൽ സംഭവിക്കട്ടെ. കർത്താവ് ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും ദൈവസന്നിധിക്കാം. അതെ, വളരെ ഗൗരവത്തോടെ ഒരു റെഗുലർ മെസ്സേജ് കേൾക്കുന്ന ലാഘവത്തോടെ തള്ളിക്കളയാതെ ഒരു സ്പെഷ്യൽ സമർപ്പണത്തിനായി ഇന്ന് രാത്രി ഒരുക്കുക. നാളെ എത്തുന്നതിന് മുൻപ് ചില പുനഃക്രമീകരണങ്ങൾക്കായി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. പലരുടെയും കണ്ണ് നനയുന്നത് ഞാൻ കാണുന്നു. പലരും പ്രതിഷ്ഠകൾ എടുത്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെ, കർത്താവ് ഈ രാത്രി നിങ്ങളുടെ കണ്ണുനീർ കാണുന്നു. മറക്കരുത്, ഒരു ഭക്തന്റെ പ്രാർത്ഥനയുടെ നിലപാട്. സ്വന്തം ജീവിതത്തെ പരിശോധിക്കുക. ഈ ആത്മീയ ശുശ്രൂഷയിൽ കടന്നു വന്ന് തിരുവെഴുത്തുകൾ പങ്കുവയ്ക്കുവാൻ ലഭ്യമായ അവസരത്തിന് നന്ദി പ്രകാശിപ്പിച്ച് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.